തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2024 അതായത് 13 വർഷമായി നമുക്ക് ലോക കിരീടം നേടിയിട്ട് ഇന്നാണ് ആ സുവർണാവസരം. ബാർബഡോസിൽ അവിടെ കെൻസിംഗ്ടൺ ഓവലിൽ മനോഹരമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് മത്സരത്തിന് കോപ്പുകൂട്ടുകയാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും. ഈ രണ്ടു ടീമുകളും തോൽവിയറിയാതെ മുന്നേറിയവരാണ്. ലോകകപ്പിൽ ഇതുവരെ തോൽവിയറിയാത്ത സംഘങ്ങൾ അങ്ങനെ ഫൈനലിൽ ആദ്യ തോൽവി മുഖം കാണുന്നു. അതാരായിരിക്കും? ജയം തുടർന്ന് കപ്പ് നേടുന്നത് ആരായിരിക്കും? കാത്തിരിക്കാം. എന്നാൽ വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കയുടെ ആരാധകർ. സ്വാഗതം മോഹക്കപ്പിലേക്ക്. ക്രിക്കറ്റ് ലോക കിരീടം അത് ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുഴുവൻ ക്രിക്കറ്റ് ആരാധകരും. കാരണം ഇന്ത്യ അത്രമാത്രം ആധിപത്യത്തോടുകൂടി മേധാവിത്വത്തോടുകൂടിയാണ് ഈ ടൂർണമെന്റിലുടനീളം പ്രകടനം പുറത്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജയം മറ്റല്ലാതാർക്ക് എന്നാണ് അവർ ചോദിക്കുക. പക്ഷെ ദൗർഭാഗ്യങ്ങൾ എല്ലാ കൊല്ലവും സെമി ഫൈനലിൽ എത്തിക്കുന്ന ദക്ഷിണാഫ്രിക്കയെ ഇക്കുറി ഭാഗ്യത്തിന്റെ കൂടി അകമ്പടിയിൽ അവരെ ഫൈനലിൽ എത്തിച്ചു. അപ്പോൾ ദക്ഷിണാഫ്രിക്ക ഒരു മോശം എതിരാളികളാണോ? അല്ല. അപ്പോൾ കാത്തിരിക്കാം എന്താകും. എന്നാലും ആരാധകരുടെ പ്രതീക്ഷയൊക്കെയാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. നമ്മോടൊപ്പം അതിഥികൾ ചേരും. മുൻ രാജ്യാന്തര താരം ടിനു യോഹൻ നമ്മോടൊപ്പം ചേരും. ക്രിക്കറ്റ് നിരീക്ഷകൻ ഡോക്ടർ എൻ അജിത് കുമാർ ചേരും. രാജ്യാന്തര അമ്പയർ കെ എൻ അനന്തപത്മനാഭൻ നമ്മോടൊപ്പം ചേരും. നമ്മുടെ വിവിധ പ്രതിനിധികളും വിവിധ ഇടങ്ങളിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം കൊച്ചിയിലേക്ക് ഒന്ന് പോവുകയാണ്. കൊച്ചിയിലെ അവിടെ ആരാധകരോടൊപ്പം ആജ്ഞ രവീന്ദ്രനാണ് ചേരുന്നത്. ആജ്ഞ, ഈ ക്രിക്കറ്റ് ലോകകപ്പ് അങ്ങനെ ഫൈനലിലേക്ക് എത്തുകയാണ്. ഫൈനൽ തുടങ്ങാൻ ഇനിയും മണിക്കൂറുകൾ മാത്രം ബാക്കി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആരാധകർ എങ്ങനെ പ്രതീക്ഷ വയ്ക്കുന്നു? അവർക്ക് ഉറപ്പാണോ ഇന്ത്യ ജയിക്കും, ഇന്ത്യ തന്നെ, രോഹിത് ശർമ്മ തന്നെ കിരീടം സ്വന്തമാക്കുമെന്ന്? ഏകദിനത്തിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ ലോകകപ്പ് കിരീടം നഷ്ടപ്പെട്ടതിന്റെ പ്രായശ്ചിത്തം ചെയ്യാനായിരിക്കും ഒരു പക്ഷേ ഇന്ത്യ ഇറങ്ങുന്ന ഒരു പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. നമുക്ക് ചോദിക്കാം, എന്താണ് ഇന്ത്യയുടെ ബാറ്റർമാരുടെ നിര, എങ്ങനെയാണ് ബൌളർമാരുടെ നിരയാണ്, എന്താണ് ആരാധകരുടെ പ്രതീക്ഷ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്താണ് കപ്പ് പ്രതീക്ഷ? കപ്പ് ഇന്ത്യക്ക് ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. ബാറ്റർമാരുടെ നിര എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അത്രയും ബാറ്റർമാരുടെ നിര ഒരു ടീമിൽ ഇപ്പോഴില്ല. അക്സർ പട്ടേൽ വരെ ബാറ്റ് ചെയ്യും. ബോളർമാർ ഇപ്പൊ ഇതുവരെയുള്ള കളികളിൽ നമുക്ക് മനസ്സിലായല്ലോ ബോളർമാർ എന്താണെന്നുള്ളത്. 100 റൺ എടുത്താലും ഇന്ത്യ ജയിക്കും എന്നുള്ള സിറ്റുവേഷനിലാണ് ഇപ്പൊ കളി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സൗത്ത് ആഫ്രിക്ക ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ടീമല്ല, പക്ഷെ ഒരു നല്ലൊരു ടീമാണ്. ഒരു ഫൈനലിൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ കപ്പ് ഇന്ത്യക്കുള്ളതാണ്. ഇന്ന് വിരാട് കോഹ്ലി ഫോം ആവുകയും ചെയ്യും, ഇന്ത്യ കപ്പടിക്കുകയും ചെയ്യും. 13 വർഷത്തെ കാത്തിരിപ്പാണ്. അതെ, 13 വർഷമായി ഈ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അത് മറ്റേ 2020 അടിച്ച 2007 ഇത് ഈ പ്രാവശ്യം ഉറപ്പാണ്. വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ കപ്പടിക്കുന്നത്. നമ്മളെല്ലാം ആഘോഷം തുടങ്ങി, പടക്കമൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞ് കപ്പടിക്കുന്ന ഉറപ്പാണ്. വിരാട് കോഹ്ലിയുടെ കളിയിലാണ് ഇന്ന് ഇന്ത്യ അടിക്കാൻ പോകുന്നത്. ഇതുവരെ ആൾ ഇത്രയും ദിവസമായിട്ട് കളിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തേക്ക് വേണ്ടി പുള്ളി മാറ്റി വെച്ചു. ഇന്ന് അടിക്കും. രാഹുൽ ദ്രാവിഡും രോഹിത് ശർമ്മയും പറഞ്ഞു കഴിഞ്ഞു ഇന്ന് പുള്ളി അടിക്കും എന്നുള്ളത്. കൺഫേം കപ്പ് ഇന്ത്യക്ക് ഉറപ്പാണ്. ഈ രോഹിത് ശർമ്മയുടെ ഒരു ഓപ്പണിങ്ങും അപ്പോ അതായിരിക്കോ ഒരു പക്ഷേ ഇന്ത്യയുടെ ഒരു ബാറ്റർമാരുടെ നിര അല്ലെങ്കിൽ ഒരു ടീമിന്റെ മുഴുവൻ ഒരു ആത്മവിശ്വാസത്തെ ബാധിക്കാൻ പോകുന്നു? വിശ്വാസം ഇന്ത്യയുടെ അവർ തന്നെയാണ്. നമ്മള് ഒരു ബിഗ് സ്ക്രീൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ കാണാനായിട്ട്. ദേശാഭിമാനി റോഡ് കറുകപ്പള്ളി കൂട്ടായ്മ സ്പോർട്സുമായി ബന്ധപ്പെട്ടും മറ്റ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ്, അതേപോലെ എല്ലാ കളികളും ഇവിടെ കൃത്യമായ ഈ സ്പോർട്സിന്റെ ഒരു ആരാധകരാണ് എല്ലാവരും. സ്പോർട്സിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ ഇതേപോലെ ഒരുക്കി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാറുണ്ട്. അത് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ്. അപ്പൊ എങ്ങനെ പ്രതീക്ഷിക്കുന്നു കപ്പ്? പ്രതീക്ഷ നമ്മൾ എന്തായാലും ഇന്ത്യ ഉറപ്പായിട്ട് കപ്പ് നമ്മൾ ഇന്ത്യ തന്നെ അടിക്കും. അതിലൊരു തർക്കമില്ല, ഒരു ശതമാനം പോലും മാറ്റമില്ല. ഇന്ന് നമുക്ക് വൈകുന്നേരത്തിനുള്ളിൽ ഇന്ന് തന്നെ അറിയാലോ, റിസൾട്ട് അറിയാലോ ഇന്ന് തന്നെ. രണ്ട് ടീമും ഒരു കളിയിലും തോക്കാതെയാണ് ഫൈനലിൽ എത്തിയിട്ടുള്ളത്. അപ്പോ അത്ര മോശം എതിരാളികളല്ല ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. നമുക്കിവിടെ നല്ല ബൌളർമാരുണ്ട്, നല്ല ബാറ്റർമാരുണ്ട്, പക്ഷെ ആശങ്ക ഉണ്ടാക്കുന്ന കളിക്കാരും ഉണ്ട്. അപ്പോ എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് എന്നാണെന്ന് വിചാരിക്കുന്നത്? നല്ലോണം കളിക്കും. കോഹ്ലി ഇതുവരെ കളിച്ചു കണ്ടിട്ടില്ല. ഇന്ന് നല്ല പെർഫോം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോഹ്ലിയുടെ ഒരു ഓപ്പണിംഗ് ആണല്ലോ, അതൊരു ഇത്തവണ കോഹ്ലിക്ക് നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ അത് മൊത്തം ടീമിന്റെ ഒരു ബാലൻസിനെ ബാധിക്കും. ഉറപ്പായിട്ടും ബാധിക്കും. ഇന്ന് നല്ല രീതിയിൽ കളിക്കും, നന്നായി കളിക്കും. നമ്മുടെ സൗത്ത് ആഫ്രിക്കന്റെ ഏക ഒരു എതിരാളിയാണ്. എൽദോ നമ്മുടെ കൂടെ ഒരു സൗത്ത് ആഫ്രിക്കൻ ആരാധകൻ കൂടി ഉണ്ടായി. ഞങ്ങൾക്ക് അദ്ദേഹത്തോടു കൂടി ചോദിക്കാം,
അദ്ദേഹം ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് പടക്കം പൊട്ടിക്കാനൊക്കെ തയ്യാറായിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഞാൻ സൗത്ത് ആഫ്രിക്കയിലെ ആരാധനല്ല. കാരണം ഞാൻ സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ ഒരു കാരണം പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവര് ഒരു സെമിയിൽ തന്നെ വരുന്നത്. ഇതുവരെയും ഒരു സെമിയിൽ ഫൈനലിൽ സൗത്ത് ആഫ്രിക്ക എത്തിയിട്ടില്ല. അപ്പൊ അവരുടെ ഒരു ഭാഗ്യം കൊണ്ടും അവരുടെ കളിന്റെയും ഇത് നല്ല ബോളർമാരാണ് അവരുടെ, അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് അവർ ഇപ്പൊ ഫൈനലിലെത്തിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ത്യക്കാരായ ഒരാള് അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും അവരിങ്ങനെ വന്നതിന്റെ പേരിൽ സൗത്ത് ആഫ്രിക്ക അടിക്കണമെന്നാണ് നമ്മളൊരു ആഗ്രഹം. സൗത്ത് ആഫ്രിക്ക എന്തായാലും അടിക്കും, അതാണ് ഉറപ്പ്. കളി കഴിയുമ്പോഴേ ഈ പതാക വീശിയിട്ട് വരുമോ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ പതാക എന്നും ഉയർന്നിരിക്കണമെന്നാണ് നമ്മളെ, അത് സ്പോർട്സ് ആയാലും രാജ്യത്തിന്റേതായാലും ഇന്ത്യ എന്നും മുൻപന്തിയിൽ നിൽക്കണമെന്നാണ്. അത് ഒരിക്കലും ഈ കൊടി താഴുന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത്, ബാറ്റർമാരുടെ നിര ഓക്കെയാണ്, പക്ഷേ വിരാട് കോഹ്ലി ഇറങ്ങുന്നതിന്റെ ഒരു ആശങ്കയുണ്ട്. കാരണം ഈ കളിയിൽ കോഹ്ലി എവിടെയും തിളങ്ങി കണ്ടില്ല. കോഹ്ലി ആദ്യം തന്നെ ഔട്ടാവുന്നതിന്റെയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് മൊത്തത്തിൽ ബാധിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സണ്ണി, ഇപ്രാവശ്യം കോഹ്ലി തിളങ്ങും. പിന്നെ എനിക്കൊരു സങ്കടമുള്ളത് നമ്മുടെ സഞ്ജുവിനെ ഒന്ന് ഇറക്കണം എന്നാണ് എന്റെയൊക്കെ ഞങ്ങളുടെ ആഗ്രഹം. ഒരു മലയാളിയല്ലേ, ശിവൻ ദുബെ 6 കളിയിലും ഫോമല്ല. അപ്പൊ ഞങ്ങളുടെ ഒരു ആഗ്രഹം, മലയാളിയായ ഞങ്ങളുടെ ഒരു ആഗ്രഹം സഞ്ജുവിനെ ഇറക്കണം എന്നാണ്. പിന്നെ ഇന്ത്യ ജയിക്കും, നല്ല അത്യുഗ്ര ജയം ജയിക്കും. സഞ്ജു ഇറങ്ങോ? ശിവൻ ദുബെക്ക് പകരം സഞ്ജു ഇറങ്ങണം. കാരണം ശിവൻ ദുബെ ബോൾ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ സഞ്ജുവിനെ വെച്ച് നോക്കുമ്പോൾ ശിവൻ ദുബെ ബാറ്റിങ്ങിലൊന്നുമല്ല. സഞ്ജു ഇറങ്ങണം, സഞ്ജുവിന് ഇറങ്ങും, അതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഇറങ്ങും. അതാണ് എൽദോ ഇവിടുത്തെ ഒരു വൈബ്. കാരണം എല്ലാവരും ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഇന്ത്യക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 13 വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് ലോകകപ്പ് നേടാൻ വേണ്ടിയിട്ട് 2007 നേടിയ. അതെ, ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ക്രിക്കറ്റ് ആരാധകർക്ക് അവിടെ വലിയ പ്രതീക്ഷ. അത് സഞ്ജു ഇറങ്ങും എന്ന് ഉറപ്പിക്കുന്ന ആരാധകർ പോലും ഉണ്ട്. എന്നാലും ആജ്ഞ കൂടുതൽ ആരാധക പ്രതികരണം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പങ്കുചേരാം. എന്നാലും നിങ്ങൾക്കും പ്രേക്ഷകർക്കും ടെലിഫോണിലും പ്രതികരിക്കാം കേട്ടോ. അപ്പോൾ ഫോൺ നമ്പർ നമുക്ക് താഴെയുള്ള ടിക്കറിൽ എഴുതി കാണിക്കും. അപ്പോൾ അത് നോക്കി വിളിച്ചാൽ മതി. ഫോൺ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് പ്രതികരിക്കും. ഇപ്പോൾ 2 പ്രേക്ഷകരുണ്ട്. ആദ്യം ആകാശിലേക്ക് പോകുന്നു. ആകാശ് എന്താണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആകാശ് പോയി. ഓക്കെ, രതീഷ് ഉണ്ട്. രതീഷ് എറണാകുളത്ത് നിന്നാണ് തോന്നുന്നു അല്ലേ? രതീഷ്, എങ്ങനെയാണ് ഇന്ന് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഫൈനൽ കളിക്കാൻ പോകുന്നു? അപ്പോൾ ഈ ഫൈനലിൽ അത്ര എളുപ്പമാണോ ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പെർഫോമൻസ് നിലനിർത്താൻ കഴിയുമോ? പിന്നെ തീർച്ചയായിട്ടും ഇന്ത്യ അടിക്കുമല്ലോ. ഇന്ത്യ അടിക്കും. പിന്നെ എന്താണ് ഇത്ര കോൺഫിഡൻസ്? അത് ബാറ്റർമാരിലാണോ ബോളർമാരിലാണോ? ബാറ്റേഴ്സും ബോളേഴ്സും ഒരേപോലെ ഫോമല്ലേ. സൗത്ത് ആഫ്രിക്ക അങ്ങനെ എഴുതള്ളാൻ പറ്റുമോ ഇത്ര പെട്ടെന്ന്? ഇല്ല, അങ്ങനെയല്ല. പക്ഷെ ടീമിന്റേതായ സ്പിറ്റ് അനുസരിച്ച് ഇന്ത്യയാണ് ഇന്ത്യ കപ്പടിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. നവാസ് എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. നവാസ് എവിടെ നിന്നാണ്? ഞാൻ കുവൈറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ആഹാ, ഓക്കെ. അപ്പൊ കുവൈറ്റിലൊക്കെ എങ്ങനെ ക്രിക്കറ്റ് ആവേശമൊക്കെ ഉണ്ടോ? സോറി, ക്ലിയർ ഇല്ല. കുവൈറ്റിലുണ്ടോ ക്രിക്കറ്റ് ആവേശവും ലഹരിയൊക്കെ? കുവൈറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ കോള് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഞങ്ങളിവിടെ വൈകുന്നേരം കളി, ഇവിടുത്തെ സമയം 5:30 പോലാണ് കളി ആരംഭിക്കുന്നത്. അത് കാണാനായിട്ട് ഞങ്ങൾ ജോലികളൊക്കെ മാറ്റി വെച്ച് തയ്യാറായിട്ടിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പൊ ജയം, എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം, നമ്മുടെ ദക്ഷിണാഫ്രിക്ക എന്ന ടീം പല മേജർ ടൂർണമെന്റുകൾ കളിച്ചപ്പോഴെല്ലാം നിർഭാഗ്യവശാല് കപ്പിനും ചുണ്ടും ഇടയിൽ അവർക്ക് കപ്പ് നഷ്ടപ്പെട്ടുള്ള ഒരു അനുഭവങ്ങളുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുവരെ ഒരു മേജർ കപ്പ് നേടാത്ത ഒരു ടീമാണ് ദക്ഷിണാഫ്രിക്ക. അതെ, ആ ഒരു നിർഭാഗ്യം ഇവിടെ തുടർന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് കപ്പ് നേടാൻ കഴിയും. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും സ്ഥിരതയാർന്ന ഒരു പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മേജർ ടൂർണമെന്റുകളിൽ ഫൈനലുകളിൽ ഇന്ത്യ കാലിടറുന്നത് നമ്മൾ പല ആവർത്തി കണ്ടതാണ്. അതിവിടെ ആവർത്തിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും കപ്പും കൊണ്ട് നമുക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കുമെന്നാണ് ആത്മവിശ്വാസത്തോട് പറയുന്നത്. റൈറ്റ്, താങ്ക് യു നവാസ്. ജയകുമാർ എന്ന പ്രേക്ഷകൻ കൂടി. ജയകുമാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തിരുവനന്തപുരം. തിരുവനന്തപുരത്ത്. ഓക്കെ, തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് ഒക്കെ വൻ ആവേശമാണല്ലോ അല്ലേ? അയ്യോ ഭയങ്കര. എന്നിട്ട് ഫൈനൽ എന്താ പരിപാടി വൈകിട്ട്? ഫൈനൽ കാണാൻ എന്താണ് ഒരുക്കങ്ങള്? ഫൈനൽ കാണാൻ നല്ല ഒരുക്കങ്ങളാണ്. എല്ലാ കളിയും നല്ല ഒരുക്കങ്ങളാണ് കാണാൻ വേണ്ടി. ആഹാ, ഇന്നപ്പോ ഇന്ത്യ എങ്ങനെയാ, ഈസി ആയിട്ട് ജയിക്കുവോ? ജയിക്കും. ഇന്ന് ഇന്ത്യ ജയിക്കുകയും ചെയ്യും. രോഹിത് ശർമ്മയോടൊപ്പം തന്നെ ഈ കോഹ്ലി നന്നായിട്ട് തിളങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പൊ കോഹ്ലി എന്റെ മോൻ ഇതുപോലെ ടിനു യോനാന്റെ കൂടെയൊക്കെ, ടിനു അവരുടെ കൂടെയൊക്കെ ഒരുമിച്ച് കളിച്ചാണ് വിശാഖപട്ടണത്തൊക്കെ. ആണതെ, ടിനു ഇപ്പൊ നമ്മോടൊപ്പം തത്സമയം ചേരാൻ പോകുന്നുണ്ട്. ടിനു ഇപ്പൊ നമ്മോടൊപ്പം തത്സമയത്തിൽ വരും കേട്ടോ. ടിനുവിന്റെ കൂടെ ഒരുമിച്ച് കളിച്ചതും അമ്പയറും ഒക്കെ ആയിരുന്നു എന്റെ മോൻ ദിലീപ് ജയ് നായർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ടിനുവിനോട് പറയാം, ടിനു ഇപ്പൊ നമ്മോടൊപ്പം ലൈവിൽ ജോയിൻ ചെയ്യും. പറഞ്ഞ ദിലീപ് ജയ് നായർ എന്ന് പറഞ്ഞ. ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ. ഒരു പ്രേക്ഷകൻ കൂടി,
മനോജ് ആണ് ഫോണിലുള്ളത്. മനോജ് എവിടെ നിന്നാണ്? ഞാൻ മുതലമട പാലക്കാട്. ഓക്കെ, മനോജ് എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തിലുള്ള പ്രതീക്ഷ എന്താണ്? ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇന്ത്യൻ ടീമിന് ഒരു മാനസിക ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനൽ മത്സരങ്ങളിൽ ജയിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി വളരെ കുറച്ച് കാലഘട്ടങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ ജോൺ റൈറ്റ്, നമ്മള് നേരത്തെ ഒരു വിദേശ കോച്ചുണ്ടായിരുന്നു ജോൺ റൈറ്റ്, അദ്ദേഹമാണ് ഇതിന് വിരാമമിട്ട് ഒരു നമുക്കൊരു ലോക കിരീടം കൊണ്ടുവരാൻ ജോൺ റൈറ്റിലൂടെ ഗാരി കൃഷ്ണൻ കൊണ്ടുവന്നത്. ഗാരി കൃഷ്ണനാണ് നമുക്ക് ഫൈനലിലേക്ക് ജയിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി കൊണ്ടുവന്നത്. അതിനുശേഷമുള്ള ഇന്ത്യൻ കോച്ചുകൾക്ക് ആ മെന്റൽ സ്ട്രെങ്ത് കളിക്കാർക്ക് കൊടുക്കുവാനുള്ള ഒരു ശാസ്ത്രീയമായ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ കളിക്കാരും ഈ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത് നേരത്തെയും. അപ്പോ അവർക്ക് ഈ ഒരു മെന്റൽ സ്ട്രെങ്ത് ഈ ഇന്ത്യൻ കളിക്കാർക്ക് കൊടുക്കുവാൻ വളരെ എന്താ പറയാ, അത് ഇതുവരെ സാധിച്ചിട്ടില്ല. രാഹുൽ ദ്രാവിഡായാലും രവി ശാസ്ത്രിയായാലും അവരുടെ കാലഘട്ടത്തിലൊക്കെ ഇന്ത്യക്ക് വളരെ ഗംഭീര ടീമായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷെ ഈ ഫൈനലിൽ ജയിക്കുവാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് അവർക്ക് പകർന്നു കൊടുക്കുവാൻ എവിടെയോ വിട്ടുപോയി എന്നാണ് എന്റെ ഒരു പ്രതികരണം. ഓക്കെ, റൈറ്റ്, താങ്ക് യു മനോജ്. അപ്പോൾ മനോജ് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു മെന്റൽ സൈക്കോളജിക്കൽ ഫാക്ടർ ഒന്നും അഫക്ട് ചെയ്യാതിരിക്കട്ടെ. അവിടെ പ്രതീക്ഷ ഈ ഏറ്റവും കൂടുതൽ സൈക്കോളജിക്കൽ ഫാക്ടർ അഫക്ട് ചെയ്യുന്ന ടീമായി കണക്കാക്കുന്നതാണ് ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. അപ്പോൾ എന്നോടൊപ്പം ഡോക്ടർ എൻ അജിത് കുമാർ, ടിനു യോഹനാൻ, കെ നന്ദപത്മാവൻ എന്നിവരാണ് അതിഥികളായി എത്തുക. ഞാൻ അതിനു മുമ്പ് എം ജി മിഥുനിലേക്ക് ഒന്ന് പോകുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എം ജി മിഥുൻ ചേരുന്നു നമ്മോടൊപ്പം. മിഥുൻ, അങ്ങനെ ഫൈനലിലേക്ക് ഇന്ത്യ എത്തി. ഒരുപക്ഷെ ഈ ടൂർണമെന്റ് ആയിരിക്കും ഈ സമയത്തിന്റെ വലിയ പ്രശ്നം കൊണ്ടാണ് തോന്നുന്നു ഒരുപാട് അങ്ങ് ഫോളോ ചെയ്തോ എല്ലാ ക്രിക്കറ്റ് പ്രേമികളെന്ന് സംശയമുണ്ട്. പ്രത്യേകിച്ചും യൂറോ കപ്പും കോപ്പ അമേരിക്കയും എല്ലാ തരത്തിലുമുള്ള ഒരു കായിക രംഗം സജീവമായ ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഇന്ത്യ ഫൈനൽ എത്തിയതോടെ ആ മൂടൊക്കെ മൊത്തം മാറി. പൂർണ്ണമായിട്ടും ക്രിക്കറ്റ് ലഹരിയിലേക്ക് എത്തിയിട്ടുണ്ട് രാജ്യം, ക്രിക്കറ്റ് ആരാധകർ. ഇപ്പോൾ തൊട്ടുമുമ്പ് പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഒരു മെന്റൽ സ്ട്രെങ്ത്തിന്റെ പ്രശ്നം മിഥുൻ വായിക്കുന്നുണ്ടോ? ഹലോ, എന്തായാലും അത്തരത്തിലുള്ളൊരു ആശങ്ക എന്നെ സംബന്ധിച്ചില്ല. കാരണം ഈ ടീം ഇന്ത്യ നമുക്കറിയാം ഈ ഒരു ടൂർണമെന്റിലുടനീളം തന്നെ വലിയ മികവാർന്നുള്ള ഒരു മത്സരം തന്നെയാണ് അവർ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് പറയുമ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള മത്സരം, കൂടാതെ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള സെമിഫൈനൽ മത്സരത്തിലെ അദ്ദേഹത്തിന്റെ ആ ഒരു തകർക്കൻ ബാറ്റിംഗ്, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ആരാധകർക്കെല്ലാം നൽകുകയും ചെയ്യുന്നത്. കാരണം പവർ പ്ലേയിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ ഒരു ക്രിക്കറ്റ് ശൈലി മറ്റു രീതിയിലേക്ക്, കാരണം നമുക്കറിയാം അവിടുത്തെ ഒരു പിച്ചിന്റെ അവസ്ഥ നമുക്കറിയാമായിരുന്നു. തുടക്കത്തിലെ തന്നെ ബാറ്റ്സ്മാൻമാർക്ക് താളം പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു പിച്ച് തന്നെയാണ് ഈ അമേരിക്കയിലെയും ഒപ്പം തന്നെ വെസ്റ്റ് ഇൻഡീസിലെയും പിച്ചുകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തത്. എന്തായാലും വിരാട് കോഹ്ലി ഓപ്പണിംഗ് നിരയിലേക്ക് വന്നു. കാരണം IPL മികവാർന്നിട്ട പ്രകടനം കാഴ്ചവെക്കുകയും ഒപ്പം തന്നെ ടോപ്പ് സ്കോറർ ആവുകയും ചെയ്തതിനു ശേഷം അത്രയും മികച്ച ഫോമിലുള്ള വിരാട് കോഹ്ലി ഈ ഒരു ടൂർണമെന്റിലേക്ക് എത്തിയപ്പോൾ താളം കണ്ടെത്താനാകാതെ തുടക്കത്തിലെ തന്നെ പുറത്താകുന്ന സ്ഥിതിവിശേഷമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു ഓപ്പണിംഗ് പെയർ ഇന്ന് കലാശ പോരാട്ടമാണ്, ആവേശ പോരാട്ടമാണ്. 13 വർഷമായി എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ലോക കിരീടം ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിയിട്ട് അതിന്റെ വരൾച്ച ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ മണ്ണിലേക്ക് ഈ ഒരു ലോകകപ്പ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകർ കഴിയുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ മത്സരത്തിന് ശേഷം രോഹിത് ശർമ്മ കണ്ണീരടിയുന്നത് കാണുന്നത് നമുക്ക് വളരെ വൈകാരികമായി തന്നെയാണ് കായിക പ്രേമികൾ ആ ഒരു ദൃശ്യങ്ങൾ കണ്ടുന്നത്. ഒപ്പം തന്നെ വിരാട് കോഹ്ലി എത്തി സമാധാനിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും ഇത്തവണ ക്യാപ്റ്റൻ ആ ഒരു കപ്പ് ഉയർത്തി തന്നെയായിരിക്കും ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ഒപ്പം തന്നെ കായിക പ്രേമികൾക്കുണ്ട്, ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ പോലും തന്നെ പ്രധാനപ്പെട്ട നിരയിൽ, അതായത് ബുംറ അടങ്ങുന്ന ബൗളിംഗ് നിര, അത് ലോകോത്തര ബൗളിംഗ് നിരയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. കാരണം ഡെത്ത് ഓവർ ആകട്ടെ, അല്ലെങ്കിൽ ഓപ്പണിംഗ് പേരിലായി അദ്ദേഹം ബൗളിംഗ് ചെയ്യാൻ എത്തട്ടെ, അല്ലെങ്കിൽ മധ്യനിരയിൽ ഓവറുകൾ എറിയാൻ എത്തട്ടെ, അതെല്ലാം തന്നെ മികവാർന്ന രീതിയിൽ, അതായത് ബുംറ എറിയാൻ വരുമ്പോൾ മറുവശത്ത് ബാറ്റിംഗിന് നിൽക്കുന്ന ബാറ്റ്സ്മാന് വളരെയധികം പേടിയാകുന്ന തരത്തിലേക്ക് ഈ ഒരു ടൂർണമെന്റ് മാറുന്ന നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതേസമയം സൗത്ത് ആഫ്രിക്കൻ നിരയിലേക്ക് പോകുമ്പോൾ സൗത്ത് ആഫ്രിക്കയെ നമുക്ക് അത്രയ്ക്ക് എഴുത്തള്ളാൻ സാധിക്കില്ല. കാരണം 2007 ഈ ഒരു ടൂർണമെന്റ് 2020 ടൂർണമെന്റ് ആരംഭിക്കുന്ന ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു ഈ ഒരു മാച്ച് നടക്കുകയും ചെയ്തത്. അവിടെ നിന്നാണ് ആദ്യ കിരീടം തന്നെ സ്വന്തമാക്കി മഹേന്ദ്ര സിംഗ് ധോണിയും സംഘവും നാട്ടിലേക്ക് വണ്ടി കയറുകയും ചെയ്ത് ഇപ്പോൾ 17 വർഷങ്ങൾ കടന്നിരിക്കുന്നു. ആ 17 വർഷം മുമ്പ് ആ സ്കോഡിൽ ഉണ്ടായിരുന്ന രോഹിത് ശർമ്മയാണ് ഇപ്പോൾ ഇന്ത്യൻ നിരയെ നയിക്കുകയും ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും സംഘവും ഇത്തവണ കപ്പുമായി ഇന്ത്യയിലേക്ക് വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് ആരാധകർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും
ദക്ഷിണാഫ്രിക്ക നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. എയ്ഡൻ മാർക്രത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു മികച്ച മുന്നേറ്റ നിര അവർക്കുണ്ട്. പ്രധാനമായും എടുത്തു പറയുന്നത് ഡീകോക്ക്, കൂടാതെ മാഗ്നസ് ക്ലാസൻ. അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് ശൈലി നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ഒരു വീരോചിത പ്രകടനം കാഴ്ചവെക്കുന്നതാണ് ഓരോ മത്സരങ്ങളും നമ്മൾ കാണാൻ സാധിക്കുകയും ചെയ്ത്. അത്തരത്തിലൊരു വിസ്ഫോടന ബാറ്റിംഗ് ശേഷിയുള്ള ഒരു പിടി താരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ നിരക്കുണ്ട്. ഒപ്പം തന്നെ മാർക്കോ ജാൻസൺ എന്ന അവരുടെ വിശ്വസ്തനായ ഓൾറൗണ്ടർ, ബൗളിംഗിലാകട്ടെ ബാറ്റിംഗിലാകട്ടെ അദ്ദേഹം മികവാർന്ന പ്രകടനമാണ് ഈ ഒരു ടൂർണമെന്റിലുടനീളം കാഴ്ചവെക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ലോകോത്തര താരങ്ങൾ അവരുടെ നിരയിലുമുണ്ട്. എങ്കിൽ പോലും തന്നെ ഒരു മേൽക്കെ എന്തായാലും ഇന്ത്യക്ക് തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുകയും ചെയ്യാം. ഒപ്പം തന്നെ ഏകദേശം 7 മാസം മാത്രമായി ആയിട്ടുള്ളൂ ആ ഒരു നിരാശ. അതായത് ലോകകപ്പ് കിരീടം ഫൈനലിലെത്തി ഓസ്ട്രേലിയക്ക് മുന്നിൽ പറഞ്ഞ് ഇന്ത്യൻ ടീം പിന്നെ തിരികെ കയറുകയും ചെയ്ത. എന്തായാലും അതിനൊക്കെ കൂടെയുള്ള ഒരു മറുപടി ആയിട്ട് തന്നെയായിരിക്കും ഇന്ന് ഇന്ത്യ കളത്തിലിറങ്ങുക. കപ്പുമായി തന്നെ ഇന്ത്യ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, എന്തായാലും ആ പ്രതീക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ അതിഥികളിലേക്ക് പോവുകയാണ്. ടിനു യോഹന്നാൻ, മുൻ ഇന്ത്യൻ താരം, ഡോക്ടർ എൻ അജിത് കുമാർ, ക്രിക്കറ്റ് നിരീക്ഷകൻ, രണ്ടുപേരും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം രണ്ടുപേർക്കും. ടിനു ഹിമാചലിലാണ് ഉള്ളത്, അവിടെ നിന്നാണ് നമ്മളിപ്പം തത്സമയം ചേരുന്നതും. ഞാൻ ആദ്യം ടിനുവിലേക്ക് പോകുന്നു. ടിനു, ഇന്ത്യ അങ്ങനെ മറ്റൊരു ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുകയാണ്. ഇപ്പൊ തൊട്ടു മുമ്പ് ഒരു പ്രേക്ഷകൻ ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചത് ഈ ഫൈനലിൽ എത്തുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ, മെന്റൽ ടഫ്നെസിന്റെ കാര്യത്തിൽ ഇന്ത്യ എപ്പോഴും പിന്നോട്ട് പോകുന്നു. അത് ജോൺ റൈറ്റ് എന്ന പരിശീലകൻ, പിന്നീട് ഗാരി കെർസ്റ്റൻ ഒക്കെ അത് കണ്ടിന്യൂ ചെയ്തു, ബലപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യൻ പരിശീലകരിലേക്ക് എത്തിയപ്പോൾ ആ മെന്റൽ ടഫ്നെസ് പകർന്നു കൊടുക്കുന്ന പാഠങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചോ എന്നുള്ള സംശയം പറഞ്ഞു. അങ്ങനെ ഒരു കാര്യമുണ്ടോ ടിനു? ഫൈനലിൽ തുടർച്ചയായി പരാജയപ്പെടുന്നത് അത്തരം കാര്യം കൊണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നേരത്തെ ഒരു സമയത്ത് അത് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ടീം അത് എനിക്ക് തോന്നുന്നില്ല എഫക്റ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഒരു വേൾഡ് കപ്പിൽ ഇതേ ഒരു ലൈനപ്പ് തന്നെയായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ഈ ടീം ആ ഒരു എക്സ്പീരിയൻസിൽ കടന്നു വന്നതുകൊണ്ട് തന്നെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ എല്ലാം കളിയും ഇവർ മികച്ച രീതിയിലാണ് സമീപിച്ചിരിക്കുന്നത്. ക്വാളിറ്റി ക്രിക്കറ്റ് തുടർച്ചയായി ഈ ടൂർണമെന്റിൽ കളിച്ചിട്ടുണ്ട്. ഭയങ്കര പ്രഷർ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ബോളിങ്ങും ബാറ്റിങ്ങും ടീം വർക്കിലൂടെ അവര് ജയിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫൈനലും ഒരു വലിയ പ്രഷർ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ സൗത്ത് ആഫ്രിക്കയുടെ മേലിൽ പ്രഷർ ഉണ്ടാവുമെന്ന് ഞാൻ കാണുന്നു. എന്ന് വെച്ചാൽ അവരുടെ ആദ്യത്തെ വേൾഡ് കപ്പ് ഫൈനലാണ്. അവര് ഇത് ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ലോക ക്രിക്കറ്റിന് മുമ്പിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ടാവും എന്ന് ഞാൻ കാണുന്നുണ്ട്. ഈ സൗത്ത് ആഫ്രിക്ക അങ്ങനെയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയല്ലേ ഒരു പക്ഷേ ഈ മെന്റൽ ടഫ്നെസ് കാര്യത്തിൽ ഏറ്റവും വീക്ക്? കാരണം തുടർച്ചയായി സെമി ഫൈനലിൽ തോൽക്കുന്ന സംഘമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു എഡ്ജ് ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത് നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ആയിരിക്കും കൂടുതൽ പ്രഷറിലുള്ളത്. എന്താ വെച്ചാൽ അവരായിരിക്കും ജയിക്കാൻ കൂടുതൽ മുന്നോട്ട് അത്രയും ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ICC ഫൈനലാണ്. ചോക്കേഴ്സ് എന്നുള്ള ഒരു പേര് ഓൾമോസ്റ്റ് അവര് മാറ്റി എഴുതിയിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനോ ആദ്യത്തെ അവരുടെ കന്നി വേൾഡ് കപ്പ് ജയിക്കാനായിട്ടുള്ള പ്രഷർ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇരു ടീമിനും ഉണ്ടാവും, സംശയമൊന്നുമില്ല. പക്ഷെ സൗത്ത് ആഫ്രിക്കയ്ക്ക് അല്പം അധികമായിരിക്കും ഞാൻ കാണുന്നു. ഓക്കെ, റൈറ്റ്. ഞാൻ ഡോക്ടർ അജിത് കുമാറിലേക്ക് പോകുന്നു. അജിത് കുമാർ, ഇപ്പോൾ ടിനു സൂചിപ്പിച്ച പോലെ ആത്മവിശ്വാസത്തിന്റെ ഘടകമൊക്കെ മാറി നമ്മൾ ജയത്തിലേക്ക് എത്തുമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിലെ ഒരു എക്സ് ഫാക്ടർ എന്തായിരിക്കണം അജിത് കുമാർ? സംശയിക്കേണ്ട രോഹിത് ശർമ്മ തന്നെയാണ്. രോഹിത് ശർമ്മ ഇസ് അവർ എക്സ് ഫാക്ടർ. സംശയിക്കേണ്ട. കാരണം രോഹിത് ശർമ്മയുടെ ബാറ്റിങ്ങും രോഹിത് ശർമ്മയുടെ പെർഫോമൻസും ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ജസ്പ്രീത് ബുംറയുടെ ബോളിംഗ്. ഇവർ രണ്ടുപേരാണ് നാളെ നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ ഫാക്ടേഴ്സ് ആയി പോകാം. പക്ഷെ ഞാൻ രോഹിത്തിനാണ് കൂടുതൽ സാധ്യത കൊടുക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിലും ചേസ് ചെയ്യുകയാണെങ്കിലും രോഹിത്തിന്റെ ഒരു റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇത്തവണത്തെ ടൂർണമെന്റിൽ ശരിക്കും എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഓസ്ട്രേലിയ ആയിട്ടുള്ള മത്സരത്തിൽ, ഇംഗ്ലണ്ടായിട്ടുള്ള മത്സരത്തിലെ ഇന്നിങ്സ് ആണ് ഞാൻ ഓസ്ട്രേലിയ മത്സരം നോക്കുമ്പോൾ കൂടുതൽ റേറ്റിംഗ് ചെയ്യണം. കാരണം അതൊരു കുറച്ചും കൂടി ഒരു കെയർഫുൾ ഇന്നിങ്സ് ആയിരുന്നു. റെയിൻ ഡിലേ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് പിന്നീടുള്ള മത്സരം. അപ്പൊ അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ പലപ്പോഴും ബാറ്റ്സ്മാന്റെ കോൺസെൻട്രേഷൻ പോകാറുണ്ട്. 60-2 ആയിരുന്നപ്പോഴാണ് മഴ പെയ്യുന്നത്. അപ്പൊ അതിനുശേഷം 114 വരെ പോയി, 113 ഡോർമൻസ് 113 വരെ ഇവർ രണ്ടുപേരും കൂടി. ആ 53 റൺസിലാണ് എനിക്ക് തോന്നുന്നത് കളി മാറിയത്. ആ 53 റൺസ് പാർട്ട്ണർഷിപ്പ്, ദാറ്റ് ഇസ് റെയിൻ കഴിഞ്ഞിട്ട് വന്നത്. അത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തത് രോഹിത്താണ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തത്. സൂര്യകുമാർ അസലായിട്ട് ബാറ്റ് ചെയ്തായിരുന്നു, ഞാൻ സംശയിക്കുന്നില്ല. പക്ഷെ ആ ഇന്നിങ്സിന്റെ ആ ഒരു കൺട്രോൾ,
കാരണം എന്ത് വന്നാലും നമ്മളൊരു നല്ല സ്കോറിലേക്ക് പോകണം എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ, അതും കൊണ്ടാണ് രോഹിത്തും സൂര്യകുമാറും മഴയ്ക്ക് ശേഷം വന്ന് കളിച്ചത്. അപ്പൊ ആ ഒരു ഫൗണ്ടേഷൻ കിട്ടിയപ്പം കഷ്ടം, എല്ലാവർക്കും വളരെ വിഷമം തോന്നി. 57-ല് അദ്ദേഹം ആദിൽ റഷീദിന്റെ ബോളിന് ബോൾഡ് ആകുന്നത് എല്ലാവർക്കും വളരെ പെയിൻഫുൾ ആയിരുന്നു. പക്ഷെ ആ ഒരു കൺട്രോൾ ഗെയിമിനെ ശരിക്കും കയ്യിലേക്ക് എടുത്തു എന്ന് തന്നെ പറയാം. ആ ഒരു കൺട്രോൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മുടെ എക്സ്പാക്ടേഴ്സ് രോഹിത് ശർമ്മ. കാരണം ഇപ്പൊ ചേസ് ചെയ്യുന്നത് വിചാരിക്കും, ആദ്യം സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്തിട്ട് ഒരു തിരക്കില്ലാത്തൊരു സ്കോർ എടുത്താൽ ആ ചേസിങ് ഓൾസോ ഇസ് ഇമ്പോർട്ടന്റ്. അതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഡ്യുവൽ റോളിലാണ് രോഹിത്. ആദ്യം ബാറ്റ് ചെയ്താൽ ഒരു നല്ലൊരു സ്കോർ എമാസ് ചെയ്യണം, ചേസ് ചെയ്യുകയാണെങ്കിൽ ആ സ്കോർ എത്താനുള്ള എല്ലാവിധ സ്റ്റെപ്സും എടുക്കണം. അപ്പൊ എല്ലാ വിധത്തിലും ഇന്ന് ഫോക്കൽ പോയിന്റ് ആവാൻ പോണത് രോഹിത്താണ് തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം നല്ല ഫോമിലുമാണ്. 248 റണ്ണായി. എനിക്ക് വേണേൽ ഒരു 10-40 റൺ എടുത്താൽ അദ്ദേഹം ഹയസ്റ്റ് സ്കോർ ഓഫ് ദ ടൂർണമെന്റും ആവും. ആ ലെവലിലാണ് രോഹിത് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എല്ലാ വിധത്തിലും മാത്രമല്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇനിയൊരു T20 ലോകകപ്പിന് അദ്ദേഹം ക്യാപ്റ്റൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതായിരിക്കും അധിക വർഷം അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ്. ചിലപ്പോൾ മാക്സിമം ചാമ്പ്യൻസ് ട്രോഫി 2025 ഒരു ചാമ്പ്യൻസ് ട്രോഫിയും കൂടി അദ്ദേഹം കളിച്ചെന്നിരിക്കും. പക്ഷെ ഇനി ഒരു T20 ലോകകപ്പിന് വീണ്ടും ഉള്ള സാധ്യത അദ്ദേഹത്തിന് ഇനി ഉണ്ടാവാൻ സാധ്യത. അപ്പൊ എല്ലാ വിധത്തിലും അദ്ദേഹത്തിന് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഇതൊരു ക്രൂഷ്യൽ ഫാക്ടറാണ്. അദ്ദേഹത്തിലാണ് നമ്മുടെ ഈ ഇന്നത്തെ വിജയം. ഓക്കെ, അദ്ദേഹം ആയിരിക്കും അതിന്റെ എക്സ് ഫാക്ടർ. ടിനു, ഇപ്പോൾ ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ച പോലെ രോഹിത് ശർമ്മ എന്നുള്ള എക്സ് ഫാക്ടറിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ആസ് എ പ്ലെയർ ടിനു എങ്ങനെയാണ് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലുള്ള ഒരു ഗ്രാജുവൽ പ്രോഗ്രസിനെ കണ്ടത്? എനിക്ക് തോന്നുന്നു തുടക്ക സമയത്ത് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലിയിൽ നിന്നും ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം രോഹിത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ ക്രിക്കറ്റ് ആരാധകർ ഒരുപാടായിരുന്നു. പക്ഷെ പിന്നീട് രോഹിത്ത് വളരെ പക്വതയുള്ള ഒരു ക്യാപ്റ്റനായി മാറുന്നത് പോലെ ഫീൽ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ബോളിംഗ് ചേഞ്ചിലൊക്കെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ക്രിയേറ്റിവിറ്റി ഗംഭീരമായി തോന്നി. അപ്പോൾ എങ്ങനെയാണ് ഈ രോഹിത് എന്നുള്ള ക്യാപ്റ്റനെ എക്സ്പ്ലെയിൻ ചെയ്യുക ടിനു? ഞാൻ കാണുന്നത് MS ധോണിക്ക് ശേഷം ഇന്ത്യ കണ്ടിരിക്കുന്ന ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഒരു ക്യാപ്റ്റനായിട്ടാണ് രോഹിത്തിനെ കാണുന്നത്. അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം IPL നിന്ന് ചേഞ്ച് ചെയ്ത് MS ധോണിയുടെ അടിയിൽ, വിരാട് കോഹ്ലിയുടെ അടിയിൽ കളിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കിട്ടുമ്പോൾ വളരെ അധികം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയിലേക്കാണ് അദ്ദേഹം വരുന്നത്. അപ്പം പ്ലെയേഴ്സിനെ ഓരോരുത്തരെയും വളരെ നല്ല രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കിയാണ് അവർക്ക് റോൾസ് കൊടുക്കുന്നത്. ആ റോൾസിൽ അവരെ നല്ല രീതിയിൽ ബാക്ക് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പം ആ ബാക്കിംഗ്, അപ്പം ഒരുപാട് ചാൻസസ് എല്ലാം പ്ലെയേഴ്സിനും കൊടുക്കുന്നുണ്ട് ഓരോ പൊസിഷൻസിലും. അപ്പം അത് കിട്ടുമ്പോൾ പ്ലെയേഴ്സിന് അദ്ദേഹത്തിനുള്ള ഒരു വിശ്വാസവും ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് നിലനിൽക്കുന്നു ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ. അപ്പൊ അതിനെല്ലാം കാരണം രോഹിത് ശർമ്മയുടെ ലീഡർഷിപ്പ് ആണെന്ന് ഞാൻ തികച്ചും വിശ്വസിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കാൻ കഴിയുന്നുണ്ട്. ഓൺ ദ ഫീൽഡ് ആയാലും ഓഫ് ദ ഫീൽഡ് ആയാലും അതിന് ഡിസിഷൻസ് അദ്ദേഹം നല്ല രീതിയിൽ എടുത്ത് ബാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതാണ് മറ്റൊരു ഫാക്ടർ. ജയത്തിനും തോൽവിക്കും ഒരുപോലെ തന്നെ അദ്ദേഹം റെസ്പോൺസിബിലിറ്റി എടുത്ത് ടീമിനെ ബാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ വികാരങ്ങൾ കാണിക്കുന്നില്ല ഫീൽഡിൽ. അതും മറ്റൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്ലെയേഴ്സിനെ അദ്ദേഹം കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജസ് കൃത്യമായി പാസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം വളരെ കൺട്രോൾഡ് ആയിട്ട് സമനിലയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇന്ത്യൻ ടീമിനെ ഒരു നല്ല ലീഡർഷിപ്പ് റോളിൽ നയിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ശക്തിയും. T20 ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് രോഹിത് ശർമ്മയ്ക്കുള്ളത്. ആ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളിലും കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ഫേസിലും, കളിയുടെ ഓരോ ഫേസിലും കാണാൻ കഴിയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്ലെയേഴ്സിനെ കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ റോൾസിൽ അവരെ, പ്രത്യേകിച്ച് ബോളേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ആ റോൾസിൽ അവരെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻ
ഇന്ത്യക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഫൈനൽസ് ഇന്ന് കളിക്കാൻ പോകുമ്പോൾ. റൈറ്റ്, ഞാൻ ടിനുവിലേക്കും അജിത്തേട്ടനിലേക്കും മടങ്ങിയെത്താം. രണ്ടുപേരും തുടരുക. ഈ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇതുവരെ കളിച്ച മത്സരങ്ങൾ ആകെ 26 രാജ്യാന്തര 2020-ൽ 26 മത്സരങ്ങൾ കളിച്ചതിൽ ഇന്ത്യ ജയിച്ചത്, ആ സ്റ്റാറ്റിക് കാർഡിലേക്കാണ് പോകുന്നത്. ഇന്ത്യ ജയിച്ചത് 14 തവണ ഇന്ത്യക്കൊപ്പം ജയം. ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം സ്വന്തമാക്കാനായത് 11 തവണയാണ്. അവിടെ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു മത്സരം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇനി ലോകകപ്പിൽ 2020 ലോകകപ്പിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇതുവരെ 6 തവണയാണ് ഏറ്റുമുട്ടിയത്. അതിൽ അവിടെയും ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള മേൽക്കൈയുണ്ട്. 4 മത്സരങ്ങൾ ഇന്ത്യ ജയിച്ചു, 2 മത്സരങ്ങളിൽ മാത്രം ദക്ഷിണാഫ്രിക്ക. ഇതങ്ങനെ 7ാമത്തെ മത്സരമാവുന്നു. ടൂർണമെന്റിന്റെ ഫൈനലാണ് എന്ന് മാത്രം. അപ്പോൾ ഈ ആരാധകർ പലയിടങ്ങളിലായി ഇങ്ങനെ ക്രിക്കറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആവേശത്തിൽ ഫൈനലിലേക്ക് എത്തുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നത്. അരുൺ, ഈ തിരുവനന്തപുരത്ത് സഞ്ജു വി സാംസന്റെ ജന്മനാട് എന്ന നിലയിൽ കൂടി അതിന് ഒരുപാട് ക്രിക്കറ്റ് ആരാധകർ, സഞ്ജുവിന്റെ കൂട്ടുകാരുണ്ട് അവിടെ, മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലൊക്കെ പ്രാക്ടീസ് നടത്തുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെയാണ് അരുൺ ഉള്ളത്? എന്താണ് അവരുടെ പ്രതീക്ഷ? എന്തോ ഞാനുള്ളത് സോണി ചെറുവത്തൂർ ക്രിക്കറ്റ് അക്കാദമി ഉണ്ട് ഇവിടെ, PTP നഗറിൽ. അവിടെയാണ്. അവിടെ കുറച്ച് പുതിയ ക്രിക്കറ്റ് താരങ്ങളാണ്, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഭാവി പ്രതീക്ഷയെ മാറാവുന്ന താരങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ വലിയ ആവേശത്തിലാണ്. ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി മാത്രം നിൽക്കുകയാണ് അല്ലേ? ഇന്ന് പ്രാക്ടീസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബാറ്ററാണോ ബോളറാണോ? രണ്ടും ചെയ്യോ? ഫാസ്റ്റ് ബോളറാണോ? പേസാണോ? ഇന്ന് ആര് ഇന്ത്യക്ക് വേണ്ടി നന്നായിട്ട് കളിക്കും? രോഹിത് ശർമ്മ. എന്താ അങ്ങനെ പറയാൻ കാര്യം? രോഹിത് ശർമ്മയാണ് ഇഷ്ടമാണോ? ആര് കളിക്കുമെന്ന്? സൂര്യകുമാർ യാദവ്. സ്കൈ ഫാനാണോ? അല്ല, പിന്നെ ആരുടെ ഫാനാണ്? വിരാട് കോഹ്ലി. കോഹ്ലി കളിക്കുന്നില്ലോ. എന്നിട്ട് ഫൈനലിൽ കളിക്കുമോ? നന്നായിട്ട് കളിക്കുമോ? സെഞ്ചുറി അടിക്കുമോ? ഒന്ന് ഇന്ത്യ കപ്പടിക്കില്ലേ? എടുക്കും. ആരെയൊക്കെ നന്നായിട്ട് കളിക്കാൻ പോകുന്നത്? പന്തും ബുംറയും. പന്തും ബുംറയാണ്. പന്ത് കഴിഞ്ഞ കളി നന്നായിട്ട് കളിച്ചില്ലോ? കളിച്ചില്ല, ബട്ട് ആകെ ഒരു കളിയാണ് കളിക്കാത്ത. 2 കളി. ഒരുപാട് ലക്കുണ്ടെന്നോ അല്ലേ പന്തിന്? എല്ലാ കളിയിലും ലൈഫ് കിട്ടുന്നുണ്ട്. രോഹിത്തിന് അത്ര ലക്കില്ല. രോഹിത് അടിച്ച കറക്കല്ലേ? ചിലപ്പോഴേ, ബട്ട് ജയ്സ്വാളിനെ ഇറക്കിയാൽ എത്രയോ നല്ലതാണ്. പവർ പ്ലേ അടിക്കും. ആരെ മാറ്റും ജയ്സ്വാളിനെ ഇറക്കിയ? ജയ്സ്വാളിനെ ഇറക്കാൻ വേണ്ടി ആരെ മാറ്റണം? ശിവ ദുബെ മാറ്റണം അല്ലേ? സഞ്ജുവിന്റെ ആരാധകരൊന്നും ഇവിടെ ഇല്ലേ? സഞ്ജു ഇവിടെ ഉള്ളതല്ലേ? എല്ലാരും സഞ്ജുവിന്റെ ആരാധകരാണോ? സഞ്ജുവിന്റെ ഉടുപ്പോടെ വീട്ടിലാണോ? സഞ്ജുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. സഞ്ജു കളിക്കണ്ടേ? സഞ്ജുവിനെ ഇറക്കാത്ത വിഷമമുണ്ടോ? എന്ത് സഞ്ജു ഇറക്കാത്ത കാര്യം എന്തായിരിക്കും? വാമപ്പ് മാച്ചിൽ കളിച്ചില്ല. ആരും ഒരു കളി കളിക്കുന്നില്ലല്ലോ ബാക്കി കുറെ പേരൊക്കെ. സഞ്ജു ഇറക്കണം. സഞ്ജു ഇറക്കാൻ സഞ്ജു അടിക്കുമോ? നിലവിൽ ചേഞ്ച് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്ലേയിങ് ലെവലിൽ ചേഞ്ച് വരുമോ? ഉറപ്പായിട്ട് വരും. ആര് വരും? ആർക്ക് വരും? ആര് വരും? ദുബൈക്ക് വരും. ജയ്സ്വാൾ പറഞ്ഞല്ലോ, പ്ലേയിങ് എക്സൈന് അത്ര ചേഞ്ച് ഒന്നും ഇല്ല. എല്ലാ പ്രാവശ്യവും സെയിമാണ്. ഫൈനലിൽ ചിലപ്പോഴേ മാറുള്ളൂ. കോഹ്ലിനെ റിപ്ലേസ് ചെയ്ത് ജയ്സ്വാളിനെ ആക്കി കോഹ്ലിനെ അഡ്വാൻറ്റേജ്. ദുബൈനെ മാറ്റി മറ്റേ സാംസണിനെ ഇറക്കിയാൽ നല്ലതാണ്. ഇന്ത്യ ജയിക്കും. ഉറപ്പായിരിക്കും. കളി എല്ലാ കളിയും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് കളി കണ്ടോ? ലേറ്റ് 1:30 കഴിഞ്ഞപ്പോ അല്ലേ? രാത്രി ഫുള്ള് കണ്ടോ? ഫുൾ ബാറ്റിംഗ് ഉണ്ട്. ഹൈലൈറ്റ്സ് കണ്ടോ? എൽദോ ഇവരുടെ പരിശീലകൻ കാർത്തിക് കൂടി വരുന്നുണ്ട്. ഏതായാലും പിള്ളേരൊക്കെ വലിയ ആവേശത്തിലാണ്. എങ്ങനെയുണ്ടാവും ഇന്ത്യയുടെ ഇന്നത്തെ സാധ്യതകളൊക്കെ എങ്ങനെയുണ്ട്? ഈ T20 ലോകകപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബീറ്റൻ ആയിട്ടുള്ള ഒരു ടീമായിരിക്കും ഡെഫിനറ്റ്ലി ട്രോഫി എടുക്കുക. വേൾഡ് കപ്പിലും അങ്ങനെയായിരുന്നില്ലേ? അല്ല, ഫസ്റ്റ് ടൈമാണ് T20 വേൾഡ് കപ്പിൽ 2 അൺബീറ്റൻ ടീമുകൾ മാറ്റുരയ്ക്കുന്നത്. അപ്പം അതിന്റേതായിട്ടുള്ള ഒരു പോസിറ്റീവ്സ് ഉണ്ട്. പിന്നെ നമ്മൾ 2 സൈഡ്സും നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയും ഇതുവരെ ഒരു വേൾഡ് കപ്പ് ഇല്ലാത്തൊരു ടീമാണ്. ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ 2011 ശേഷം ഒരു ലോക കിരീടം ഇല്ല. അപ്പൊ 2 പേർക്കും അതിന്റെ പ്രഷർ ഉണ്ടെങ്കിലും പിന്നെ ഈവൻലി മാച്ച്ഡ് ആയിട്ടുള്ള സൈഡ്സുമാണ്. നമുക്കൊരു ബുംറയും ഒരു ഹർഷ്ദീപ് സിംഗും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ആൻഡ്രിക് നോർക്കിയ, റബാഡ പോലുള്ള ബോളേഴ്സാണ്. നമുക്കൊരു കുൽദീപ് യാദവ് ഉണ്ടെങ്കിൽ അവർക്കൊരു ഷംസിയുണ്ട്. നമുക്കൊരു ജഡേജ, അക്ഷർ പട്ടേൽ ഉണ്ടെങ്കിൽ അവർക്കൊരു കേശവ് മഹാരാജ ഉണ്ട്. ബാറ്റിങ്ങിലൂടെ എടുത്തു നോക്കിയാൽ നമുക്ക് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ, ഋഷഭ് പന്ത് ആണെങ്കിൽ അവർക്ക് ഡേവിഡ് മില്ലർ,
ഹെൻറിക് ക്ലാസൻ, എയ്ഡൻ മാക്രം, അങ്ങനെ ട്രിസ്റ്റൻ സ്റ്റബ്സ്, അവരൊക്കെ IPL കളിച്ചിട്ട് നമ്മൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അറിയുന്ന ആൾക്കാരാണ്, ഫ്രണ്ട്സുമാണ്. സൗത്ത് ആഫ്രിക്ക ഒരിക്കലും നമ്മളൊരു പാകിസ്ഥാനെ കാണുന്ന പോലെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ കാണുന്ന പോലെ ഒരു വർദ്ധിത വൈരത്തോടെ കാണുന്ന ഒരു ടീമല്ല. ഇന്ത്യയിൽ തന്നെ എത്രയും കൂടുതൽ പണ്ട് കാലങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെയിൽ സ്റ്റെയിൻ, AB ഡിവിലിയേഴ്സിനൊക്കെ ഫാൻ ബേസ് ഉള്ള ഒരു നാടാണ് ഇന്ത്യ. അപ്പോൾ നല്ലൊരു കോൺടെസ്റ്റ് ആയിരിക്കും, ബെസ്റ്റ് ടീം ജയിക്കും എന്നുള്ള രീതിയിൽ പറയാം. ബീങ് ആൻ ഇന്ത്യൻ, കേരളൈറ്റ്, ഇന്ത്യ തന്നെ കപ്പ് വെക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട് സഞ്ജു സാംസൺ എത്രത്തോളം ചാൻസ് ഉണ്ട് ലാസ്റ്റ് മാച്ചിൽ? അത് സ്ട്രിക്ട്ലി ടീം മാനേജ്മെന്റിന്റെ ഇതാണ്. നമ്മൾ ജനറലി ദ്രാവിഡിന്റെയും രോഹിത് ശർമ്മേന്റെയും സ്റ്റൈൽ എങ്ങനെയാന്ന് വെച്ചാൽ വിന്നിൻ കോമ്പിനേഷൻ അതേപോലെ വെക്കുന്ന ഒരു രീതിക്കാണ്. പിന്നെ അവർക്ക് സപ്പോസ് ഇപ്പം ഒരു ലാസ്റ്റ് മിനിറ്റിൽ വല്ലതും ശിവൻ ദുബൈക്ക് പകരം സ്വാപ്പ് ചെയ്യാൻ അത് ഔട്ട്സൈഡ് ചാൻസ് ഉണ്ടെങ്കിൽ അത് ഇറ്റ്സ് അപ് ടു ദം. കാരണം നമ്മൾ വേൾഡ് കപ്പ് അടിച്ച 2007 T20 ധോനി ഇതുപോലെ ഒരു സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂസഫ് പത്താൻ ഓപ്പണിംഗ് ഇറക്കിക്കൊണ്ട്. അതുപോലെ ഒരു സർപ്രൈസ് നമുക്ക് കിട്ടട്ടെ എന്ന് ഒരു മലയാളി എന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്നു. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി അവരൊരു വിന്നിംഗ് കോമ്പിനേഷൻ സ്റ്റിക്ക് ചെയ്യാനാണ് സാധ്യത. എന്തായാലും ഇന്ത്യ ജയിക്കണം. ഒരു ഓൾ ദി ബെസ്റ്റ് എല്ലാവരും ഇന്ത്യക്ക് പറയുമോ? കുറച്ചുകൂടി ശക്തിയായിട്ട് പറ. ക്രിക്കറ്റ് കുട്ടികളുടെയും അതുപോലെ പരിശീലകരുടെയും ഒക്കെ ഒരു ആവേശം. ഓക്കെ, റൈറ്റ്. എന്തായാലും ഞാൻ സോണി ചെറുത്തൂരിന്റെ ക്രിക്കറ്റ് അക്കാഡമിയാണ് അത്. അവിടെ എന്നാണ് അരുൺ വിവരങ്ങൾ പങ്കുവച്ചത്. താങ്ക് യു അരുൺ ഫോർ ജോയിനിങ്. എന്നാലും ഇനിയും പ്രതികരണം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം, പറഞ്ഞാൽ മതി, നമുക്ക് ഉറപ്പായും മടങ്ങിയെത്താം. എന്തായാലും സോണി അക്കാഡമിയിൽ നിന്നാണ് ഇപ്പോൾ BV അരുൺ ചേർന്നത്. നമ്മോടൊപ്പം ഒരുപാട് ക്രിക്കറ്റ് ആരാധകർ ടെലിഫോൺ ലൈനിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്താം. ഡോക്ടർ N അജിത് കുമാർ, ടിനു യോഹന്നാൻ രണ്ടുപേരും നമ്മോടൊപ്പം തുടരുന്നുണ്ട്. വളരെ വേഗത്തിൽ തിരിച്ചെത്താം ചെറിയൊരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം. ഓസ്ട്രേലിയയോട് പതറുന്നു. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഓസ്ട്രേലിയ അല്ല എതിരാളികൾ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം അഭിലാഷ്. കാരണം ഈ ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള മത്സരത്തിന് ശേഷം രോഹിത് ശർമ്മ പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ ഈ മത്സരത്തിൽ നിന്നും എന്താണ് ഇന്ത്യൻ ടീമിന് ഗെയിൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ മറുപടി ഓസ്ട്രേലിയൻ ടീം ഈ ടൂർണമെന്റിൽ ഇല്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം പ്രൊഫഷണലിസമാണ് ഓസ്ട്രേലിയ ഫൈനലുകളിൽ കാണിക്കുക നിർണായക ടൂർണമെന്റിൽ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ദക്ഷിണാഫ്രിക്കയാണ് ആദ്യമായിട്ട് ഒരു ICC ടൂർണമെന്റിന്റെ ഫൈനൽ കളിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ സംഘം. ഒരുപക്ഷെ ഇന്ത്യൻ ആരാധകർ അവരിൽ ഇന്ത്യ അല്ലായിരുന്നു എതിരാളികളെങ്കിൽ ഉറപ്പായും ഈ സംഘത്തിനൊപ്പം നിന്നേനെ എന്നുള്ളതാണ്. കാരണം ഈ ദൗർഭാഗ്യം ഇങ്ങനെ വേട്ടയാടുന്ന മറ്റൊരു ടീമും ക്രിക്കറ്റ് ചരിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയോട് എവിടെയോ ഒരു സോഫ്റ്റ് കോർണർ ഇന്ത്യൻ ആരാധകർ പലപ്പോഴും പ്രകടമാക്കാറുമുണ്ട്. അത് ലാൻസ് ക്ലൂസ്നറും ഷോൺ പൊള്ളോക്കും ഒക്കെ കളിക്കുന്ന സമയത്ത്, ബുച്ചറൊക്കെ കളിക്കുന്ന സമയത്ത് ഉള്ളത് അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഓസ്ട്രേലിയ ഊഹിക്കുക, ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയാണെന്ന് ഫൈനൽ കളിക്കുക എന്ന്. ഉറപ്പായും ഇന്ത്യൻ ആരാധകർ ഇന്ന് ദക്ഷിണാഫ്രിക്കൻ ടീമിനൊപ്പം ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പക്ഷേ എതിരാളികൾ ഇന്ന് ദക്ഷിണാഫ്രിക്ക ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരാധകർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഭാഗ്യത്തിന്റെ അകമ്പടിയും ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന്. രണ്ട് ടീമുകളും ഈ ടൂർണമെന്റിൽ ഇതുവരെ തോൽവി വഴങ്ങിയിട്ടില്ല. രണ്ട് സംഘങ്ങളും തോൽവി അറിയാതെ മുന്നേറിയ ടീമുകളാണ്. അത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ചാമ്പ്യന്മാരായി സൂപ്പർ 8-ൽ അവരവരുടെ മേഖലകളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംഘങ്ങളാണ് ഇപ്പോൾ ഫൈനലിൽ മുഖാമുഖം എത്തുന്നത്. അതുകൊണ്ട് നിസ്സംശയം പറയാം ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ ഫൈനൽ കളിക്കുന്നു എന്നുള്ളത്. ഇനി ദക്ഷിണാഫ്രിക്കയുടെയും ഇന്ത്യയുടെയും പ്രകടനം വിലയിരുത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ ആധികാരികമായി തന്നെ മത്സരങ്ങളിൽ വിജയിച്ച് മുന്നേറി. പക്ഷേ ദക്ഷിണാഫ്രിക്കയുടേത് അത്ര ആധികാരികമായിരുന്നില്ല. പല മത്സരങ്ങളിലും ദക്ഷിണാഫ്രിക്ക വഴിമുട്ടുന്ന കാഴ്ചയുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർ ജയത്തിലേക്ക് എത്തി എന്നുള്ളത് സത്യം തന്നെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാർബഡോസിലെ ട്രാക്കാണ്. ഈ നമുക്കറിയാവുന്ന പോലെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ 120ഓളം വർഷം പഴക്കമുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണത്. അപ്പോൾ ആ സ്റ്റേഡിയത്തിൽ അത്രമാത്രം പേര് കേട്ട ബാർബഡോസിൽ എങ്ങനെയായിരിക്കും പിച്ച് പെരുമാറുക എന്നുള്ള ചോദ്യമുണ്ട്. നേരത്തെയൊക്കെ ഈ പേസ് ബോളർമാർക്ക് കൈവിട്ട് സഹായം ചെയ്തിരുന്ന ഒരു ബാർബഡോസ് അല്ല നിലവിൽ എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിൽ ടേൺ ഉണ്ട്, സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം മുതലെടുക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ രണ്ട് സ്പിന്നർമാർ കളി നിയന്ത്രിക്കും. അത് കുൽദീപ് യാദവും അക്സർ പട്ടേലുമായിരിക്കും. ഒരുപക്ഷെ ബാറ്റർമാരെക്കാൾ കൂടുതൽ സിഗ്നിഫിക്കന്റ് ആവുക എന്ന് സ്പിന്നർമാരുടെ റോളാണ് എന്ന് തോന്നുന്നു. അതായത് ഒരുപക്ഷെ ഈ സെമി പോരാട്ടത്തിൽ കണ്ട ഇംഗ്ലണ്ടിനെ കറക്കി വീഴ്ത്തിയ അതിന് സമാനമായ ഒരു പ്രകടനം ആവർത്തിക്കപ്പെട്ടേക്കാം ഫൈനലിലും എന്ന് വേണമല്ലേ നിരീക്ഷിക്കാൻ? തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള മത്സരം തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഇംഗ്ലീഷ് ബാറ്റർമാർ ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ നിഷ്പ്രഭ എന്ന് പറഞ്ഞാൽ എല്ലാവരും സൂചിപ്പിക്കുന്ന പോലെ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ഇംഗ്ലീഷ് സംഘം. അപ്പോൾ ഇംഗ്ലീഷ് ബാറ്റർമാരെ അത്രമാത്രം ആധിപത്യത്തോടുകൂടി ചുരുട്ടിക്കെട്ടാൻ ഇന്ത്യൻ സ്പിന്നർമാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ജസ്പ്രീത് ബുംറ എന്ന പേസറുടെ സംഭാവനയും പറഞ്ഞു വെക്കണം കേട്ടോ. അത്രമാത്രം
വീണ്ടും സ്വാഗതം. മോഹക്കപ്പിലേക്ക് നമ്മൾ മോഹിക്കുകയാണ് ആ കപ്പ് ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ളത്. ഇന്ന് അവിടെ കെൻസിംഗ്ടൺ ഓവലിൽ മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതീക്ഷ പുലർത്തുന്നു. മഴ പെയ്യരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് താനും. ഡോക്ടർ അജിത് കുമാറിലേക്ക് വീണ്ടും. ഡോക്ടർ അജിത് കുമാർ, ഈ എല്ലാവരും ഇങ്ങനെ മുറവിളി കൂട്ടുന്നുണ്ട് സഞ്ജു വി സാംസണിനെ ഫൈനലിൽ ഉൾപ്പെടുത്തണം എന്ന് സംബന്ധിച്ച്. പ്രത്യേകിച്ചും മലയാളികളാണ്. സഞ്ജുവിനെ ഇപ്പം നേരത്തെ ഇപ്പം സോണി ചെറുവത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അക്കാഡമിയിലെ കോച്ച് പറഞ്ഞതുപോലെ ഒരു യൂസഫ് പത്താനെ പരിഗണിച്ച മട്ടിൽ സഞ്ജുവിനെ അവസാന ദിവസം ഉൾപ്പെടുത്തുക എന്നുള്ള സാധ്യതയൊക്കെ അത് നമ്മൾ സ്വപ്നം കാണണോ? പരിഗണിക്കാൻ സാധ്യതയില്ലെന്നേ എനിക്ക് തോന്നുന്നത്. സെയിം ടീം തന്നെ കളിക്കും. കാരണം പിന്നെയും കോമ്പിനേഷനാണ്. മാത്രമല്ല ദ്രാവിഡിനെ പോലെ ഒരു കൺസർവേറ്റീവ് മാനേജറും കൂടിയാണ് അദ്ദേഹം. വളരെ കൺസർവേറ്റീവ് ആണ് കോച്ച് എന്ന നിലയിൽ. നല്ല ടീം ആക്ച്വലി മാറ്റാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ രണ്ട് പ്ലേയേഴ്സിന്റെ കാര്യമാണ് നമ്മളെപ്പോഴും. വിരാട് കോഹ്ലിയെ മാറ്റുന്ന പ്രശ്നമില്ല. വിരാട് കോഹ്ലി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ക്ലാസിനെ കുറിച്ച് ആർക്കും ഒരു ഇതില്ല. ഫോം ഇസ് ടെമ്പററി, ക്ലാസ് ഇസ് പെർമനന്റ്. അവിടെ ഇന്ന് വിരാട് കോഹ്ലി ആയിരിക്കും നമ്മുടെ മാൻ ഓഫ് ദ മാച്ച്. എനിക്ക് യാതൊരു സർപ്രൈസ് ഉണ്ടാവില്ല. ഇന്ത്യ ജയിക്കും, വിരാട് കോഹ്ലി വിൽ ബി മാൻ ഓഫ് ദ മാച്ച്. അതാണ് ഒന്നാമത്. പിന്നെയുള്ള ഫാക്ടർ ശിവം ദുബെയാണ്. ഈ ശിവം ദുബെയാണ് ഒരു ഇത്തിരി ഫോമിൽ ഇല്ലാത്തൊരു പ്ലെയർ. അദ്ദേഹത്തിന് പകരം വിരാട് കോഹ്ലിയെ വീണ്ടും നമ്പർ 3 ആയിട്ട് അയച്ചൂടെ? ഓപ്പണിംഗ് ജയ്സ്വാൾ അല്ലെ കുറച്ചും കൂടി ബെറ്റർ എന്നാണ് ഞാൻ ഇന്ന് ഇന്ത്യൻ നാഷണൽ പ്രസിൽ ഫുൾ ഇത് തന്നെയാണ് ഡിസ്കഷൻ. എല്ലായിടത്തും ഇത് തന്നെയാണ് ഡിസ്കഷൻ. വിരാട് കോഹ്ലി ഷുഡ് ഗോ ടു നമ്പർ 3, ജയ്സ്വാൾ ഷുഡ് ഓപ്പൺ ദ ഇന്നിങ്സ്. ആരും സഞ്ജുവിന്റെ പേര് തന്നെ എവിടെയും മെൻഷൻ ചെയ്തതായിട്ട് കാണുന്നില്ല. നമ്മൾ ഈ മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം സഞ്ജു നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. മാത്രമല്ല ഒരു മലയാളി പ്രസൻസ് എപ്പോഴും ഇന്ത്യക്ക് നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഒരു ചാനലിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ തവണ ശ്രീശാന്ത് T20യിലും വൺ ഡേയിലും ടീമിലുണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ജയിച്ചത്. പക്ഷെ നമ്മൾ 83-ൽ ജയിച്ചപ്പോ സുനിൽ വത്സൻ എന്നൊരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹം കച്ചിലാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മലയാളി ഇമ്പാക്ട് കൂടി മതി നമുക്ക് വിജയിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് എനിക്ക് വലിയ ഹോപ്പില്ല ഇന്ന് വലിയ ചേഞ്ച് ഉണ്ടാവുന്നത്. സെയിം ടീം കണ്ടിന്യൂ എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, സുനിൽ വത്സൻ അന്ന് ഇതുപോലെയായിരുന്നു. സെയിം സഞ്ജുവിന്റെ സെയിം സാഹചര്യമായിരുന്നു. ഓക്കെ, ഡോക്ടർ അജിത് കുമാർ, ഒരു നിമിഷം ഞാൻ കൊച്ചിയിലേക്ക് തന്നെയാണ് വരുന്നത്. കൊച്ചിയിൽ ഡോക്ടർ അജിത് കുമാർ വീടിന്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. ഈ ക്രിക്കറ്റ് ആരാധകർ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ ആജ്ഞ കൊച്ചിയിൽ നിന്ന് വീണ്ടും ആജ്ഞ, അവിടെ ക്രിക്കറ്റ് ആരാധകർ വീണ്ടും പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അവരുടെ പ്രതീക്ഷ എന്താണ്? എൽദോ, ഇവിടെ കറുകപ്പള്ളിയിലാണ് നമ്മളുള്ളത്. കറുകപ്പള്ളി കൂട്ടായ്മയാണ്. ഇവരെ എല്ലാത്തരം സ്പോർട്സിനെയും എല്ലാത്തരം കായിക ഗെയിമുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ടീമുകളാണ്. എല്ലാത്തിനും ഇവിടെ ടീമുകളുണ്ട്, അതിൻ്റെതായ ആളുകളുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ ചോദിക്കാം. കാരണം ഇന്ത്യക്ക് വേണ്ടിയിട്ട് തന്നെ ഇന്ത്യ കപ്പ് നേടും എന്ന് പതാക ഏന്തി ഇവിടെ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ. നമുക്ക് ചോദിക്കാം. ആശങ്കയുയർത്തുന്ന ടീം അംഗങ്ങളും ഉണ്ട് നമ്മുടെ ഒപ്പം. അപ്പോൾ എന്നിരുന്നാൽ പോലും അത്ര ശക്തമായി എറിഞ്ഞു വീഴ്ത്താൻ കഴിയുന്ന ബൗളർമാരുമുണ്ട്. ആരിലാണ് കൂടുതൽ പ്രതീക്ഷ? നമുക്ക് നമ്മുടെ ബോളർമാർ നല്ല പ്രതീക്ഷയാണ്. പിന്നെ ബാറ്റ്സ്മാൻമാരാണെങ്കിലും രോഹിത് ശർമ്മയൊക്കെ നല്ല ഫോമിൽ തന്നെയാണ്. സൗത്ത് ആഫ്രിക്കയുടെ ഇതിലും നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവരും ഒരു കളി തോക്കാണ്ടാണ് വന്നത്. നമ്മളതുപോലെ തന്നെ വന്നത്. അപ്പൊ നമുക്കൊരു 100% നമുക്ക് വിജയ പ്രതീക്ഷ. നമ്മൾ അത്ര നല്ല ടീമാണ്. ബുംറയുണ്ട്, അക്ഷർ പട്ടേൽ ഉണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ തന്നെ പറഞ്ഞു നമ്മൾ 4 സ്പിന്നർമാരെ തന്നെ വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ പുള്ളിയുടെ ടാക്ടിക്സ് ആണ് അത്. അപ്പൊ നമുക്ക് അതെന്തായാലും വിജയിക്കുന്നത്. ഇത്ര കളി നമ്മൾ വിജയിച്ച് ഇനി നമ്മൾ വിജയിക്കുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും 2 ടീമുകളും ആരും തോൽക്കാതെ തന്നെ കയറി വന്നവരാണ്. അപ്പൊ ദക്ഷിണാഫ്രിക്കയുടെ ടീം അത്ര മോശം പെർഫോമൻസ് അല്ല. ഒരു നല്ല ബൌളർമാരുടെ നിരയുണ്ട്, നല്ല ബാറ്റർമാരുടെ നിരയുണ്ട്. അതിനെയാണ് ഇന്ത്യ നേരിടാൻ പോകുന്നത്. ഇന്ത്യക്ക് ഇവിടെ നല്ല ബൌളർമാരുണ്ട്, അത് ബാറ്റിംഗ് നിരയും ശക്തമാണ്. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ പോലെ കോഹ്ലിയുടെ പെർഫോമൻസ് കുറവ് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ കൂടി ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ട്. സഞ്ജുവിനെ ഇറങ്ങിയാൽ നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ സഞ്ജുവിന്റെ പേര് എവിടെയും പറഞ്ഞു കേൾക്കുന്നില്ല. സഞ്ജു ഇല്ല, പക്ഷെ അത് വിഷമമുണ്ട്. നമ്മൾ മലയാളി എന്ന രീതി നമുക്ക് വിഷമമുണ്ട് സഞ്ജു ഇല്ലാത്തതിന്റെ. പക്ഷെ നമ്മ ഇപ്പൊ ഇത്രയും നല്ല കളി നല്ല രീതിയിൽ നമ്മൾ കളിച്ച്. അപ്പൊ നമ്മ കോഹ്ലി ഫോം ഔട്ടാണ്. പിന്നെ ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു നിർണായക ഘട്ടത്തിൽ നമ്മൾ നല്ല രീതിയിൽ പുള്ളി ബാറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നത്.
നമ്മുടെ രീതിയിൽ ഒരു സൗത്ത് ആഫ്രിക്ക ആരാധകരുണ്ട്. അതെ, അദ്ദേഹം നമ്മളോട് സംസാരിച്ചായിരുന്നു. നമ്മള് ഇപ്പോ ഈ പറഞ്ഞ പോലെ എൽദോ ഈ ഒരു ഭാഗത്ത് അതേപോലെ പ്രത്യേകിച്ച് കറുകപ്പള്ളിയില് ഇതിനു വേണ്ടി തന്നെയാണ് ഇതിപ്പോ ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഒരു 8 മണിക്കാണല്ലോ കളി. ഇപ്പൊ ഇവിടെ നിറഞ്ഞു കവിഞ്ഞ അത് നമ്മുടെ വർക്കിംഗ് ഡേ ആണ്, അതിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആളുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്ക്രീൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ ഫുട്ബോളിനെയായാലും എല്ലാ ഇപ്പം യൂറോ കപ്പ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ പ്രദർശിപ്പിക്കുകയും അതിനുള്ള ആരാധകർ ചെയ്യുകയും ഇവിടെ തടിച്ചുകൂട്ടുകയും ചെയ്യുന്ന ഒരു ഇടം തന്നെയാണ്. എന്തായാലും മോനെന്ത് പറയുന്നു? ആര് ജയിക്കും? ഇന്ത്യ ജയിക്കും. 100% ഉറപ്പാണ്. ഇന്ത്യ ഉറപ്പായിട്ട് ജയിക്കും. അത്ര പ്രതീക്ഷയിലാണ്. ബോളേഴ്സ് എല്ലാം നല്ല പവറോടെ നിൽക്കണേ. ചേട്ടൻ എന്ത് പറയുന്നു? ഇന്ത്യയുടെ ബാറ്റിംഗ് വരുന്നതായിരിക്കും ഇന്ന്. തീർച്ചയായിട്ടും ഇന്ത്യ തന്നെ ജയിക്കും. വെടിക്കെട്ടായിരിക്കും ഇന്ത്യയുടെ. അതന്നെയാണ് എൽദോ പറയാനുള്ളത്. ഓപ്പണർ രോഹിത് ശർമ്മ ഉൾപ്പെടെ കോഹ്ലി ഇപ്പൊ 7 കളിക്ക് ഫ്ലോപ്പായാണ്. വേൾഡിലെ ഏറ്റവും നമ്പർ 1 ബാറ്റ്സ്മാനായ കോഹ്ലി ഈ കിങ് കോഹ്ലി ഫൈനലിന് വേണ്ടിയിട്ട് എല്ലാ ബോളർ നമുക്ക് കാണാൻ അടിച്ച് പരത്തിക്കളയും. കോഹ്ലി ഇന്ന് വൺ ഫോമിലേക്ക് വരുന്നു. സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇന്ത്യക്ക് കപ്പ് നേടിക്കൊണ്ടിരിക്കും. നിങ്ങൾ പറയണ കൂട്ടൊന്നുമല്ല. ഞങ്ങളുടെ കോഹ്ലി ഇത്രയും ഫോം ഔട്ടായത് ഇന്ന് ഉയർത്തെഴുന്നേൽക്ക് തന്നെയും സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇന്ത്യക്ക് കപ്പ് നേടി തന്നിരിക്കും ഉറപ്പായിട്ടും. അതുതന്നെയാണ് എൽദോ. ആവേശത്തിലാണ് കൊച്ചിയിലുള്ള ആരാധകർ എന്നാണ് മനസ്സിലാക്കുന്നത്. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്കും ആരാധകരുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആരാധകരും എല്ലാവരും പ്രതീക്ഷയിലാണ്. എന്തായാലും ഇന്ത്യ ലോകകപ്പ് നേടും എന്ന് തന്നെയാണ്. 13 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാകും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. ശരി ആജ്ഞ, താങ്ക് യു ഫോർ ജോയിനിങ്. എന്താണെങ്കിലും പ്രതീക്ഷ പുലർത്തുകയാണ് കറുകപ്പള്ളിയിലെ ക്രിക്കറ്റ് ആരാധകർ. 2 പ്രേക്ഷകർ ടെലിഫോൺ ലൈനിൽ കൂടിയുണ്ട്. അവരിലേക്ക് പോയ ശേഷം ഞാൻ ഡോക്ടർ അജിത് കുമാറിലേക്ക് വരും. അപ്പം KN അനന്തപത്മനാഭൻ രാജ്യാന്തര അമ്പയർ കൂടി നമ്മോടൊപ്പം ചേരും. ഇപ്പോൾ എന്നോടൊപ്പം പ്രേക്ഷകൻ ശ്രീകുമാറാണ് ചെങ്ങന്നൂരിൽ നിന്ന്. ശ്രീകുമാർ, ഇന്ന് ഇന്ത്യയുടെ പ്രതീക്ഷ ആരിലായിരിക്കും? ഇന്ത്യയാണ് പ്രതീക്ഷ. ഇന്ത്യ ഏറ്റവും ആഗ്രഹിക്കുന്നത് 6 ഫോമിലേക്ക് എത്തുമെന്നാണ്. അല്ല, ഇന്ത്യയാണ് ജയിക്കും, യാതൊരു മാറ്റമില്ല. പക്ഷേ പിന്നെ ഇത്രയും കിളത്തി അവരെ താഴ്ത്തരുന്നൊരു അഭ്യർത്ഥനയുണ്ട്. അയ്യോ, ആരാ താഴ്ത്തിയേ? അല്ല, പറഞ്ഞ് പോഴ്ത്തി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. ധൈര്യമായിട്ട് സംസാരിച്ചോളൂ. പിന്നെ ഇത്രയും പൊക്കണ്ട. അവര് ജയിക്കും, കപ്പ് നേടും, യാതൊരു മാറ്റമില്ല. നമ്മൾ ഇവിടെ കിടന്ന് പൊക്കിയാൽ കേക്കിലാണ്. കപ്പ് നേടും, യാതൊരു മാറ്റമില്ല. പക്ഷെ ഇത്രയും കിടത്താതെ അവരെ കളിക്കട്ടെ, കളിച്ച് ജയിക്കട്ടെ. നല്ല ഒരു പെർഫോമൻസ് ആയിരിക്കും കാണുന്നത്. ഇന്ത്യ കപ്പ് നേടും. അത് എന്റെ നമ്മുടെ ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ ടീമിൽ ഇഷ്ടപ്പെട്ട പ്ലെയർ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയുന്നത് കപിൽ ദേവ് തന്നെ ഇഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് കപിൽ ദേവിന്റെ കാലഘട്ടത്തിലെ. പിന്നെ ദ്രാവിഡ്. ഓക്കെ, ദ്രാവിഡ് നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. നല്ല ഇതായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കും. ആസ് എ കോച്ച് അല്ല, കോച്ച് എന്ന നിലയിൽ. അഫ്സ എന്നൊരു പ്രേക്ഷകൻ കൂടി. അഫ്സ എവിടെ നിന്നാണ്? ചെറുവണ്ണൂർ. ഓക്കെ അഫ്സ, ഇപ്പോ ഈ ചെറുവണ്ണൂരിലൊക്കെ എങ്ങനെ ക്രിക്കറ്റ് ഒക്കെ വൻ ലഹരിയാണോ? ക്രിക്കറ്റ് ലഹരിയാണ്. ചെറുവണ്ണൂരിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് വളരെ ക്രിക്കറ്റിനോട് താല്പര്യം കൂടിയ ആളാണ്. അപ്പോ എങ്ങനെയാ, ആരാ ഫേവറേറ്റ് പ്ലെയർ? ഞാന് എന്തായാലും ഇന്ത്യയുടെ നല്ല പ്രതീക്ഷ നൽകിക്കൊണ്ട് രോഹിത് ശർമ്മ ഫോമിലായതുകൊണ്ട് തന്നെ ഇത്തവണ എന്തായാലും ഇന്ത്യ കപ്പടിക്കും. ഓക്കെ, അപ്പൊ ഇന്ത്യ ജയിക്കും അല്ലേ? ഇന്ത്യ തീർച്ചയായിട്ടും ജയിക്കും. മാത്രമല്ല, വിരാട് കോഹ്ലി ഇത്രയും ദിവസങ്ങളിൽ ഈ കളികളിലെല്ലാം ഫോമിലല്ലായിരുന്നെങ്കിൽ ഇത്തവണ തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയും ഫോമിലേക്ക് വരും. അപ്പോൾ നല്ലൊരു ബാറ്റിംഗ് നിരയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സ്പിന്നുണ്ട്. 4 പേരുണ്ട് സ്പിന്നിങ്ങില്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മികവില് ബുംറയുടെ ഫാസ്റ്റ് ബൗളിങ്ങിലെല്ലാം നമുക്ക് ബൗളിങ്ങിലും ബാറ്റിങ്ങിലും മികവോട് കൂടിക്കൊണ്ട് തന്നെ മോഹിച്ചുകൊണ്ടിരിക്കുന്ന 17 വർഷമായിട്ട് മോഹിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തവണത്തെ കപ്പ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. ഓക്കെ, എന്നാൽ അഫ്സ നമുക്ക് കാത്തിരിക്കാം. അത് അഫ്സ പറയുന്ന വാക്ക് പൊന്നാവട്ടെ. ഇനി മറ്റൊരു പ്രേക്ഷകൻ, അത് ജോജിയാണ്. കൃപ റോജി, ക്ഷമിക്കണം, കൃപ റോജി. കൃപ എവിടെ നിന്ന് വിളിക്കുന്നു?
ഞാൻ തിരുവല്ലാന്ന് വിളിക്കുന്നത്. തിരുവല്ലയിൽ. ഓക്കെ, തിരുവല്ലയിൽ എങ്ങനെയാ ഫൈനലൊക്കെ കാണാനുള്ള ആഘോഷമൊക്കെ തുടങ്ങിയോ? പിന്നെ നമ്മളെല്ലാം ഇപ്പം ഫുട്ബോൾ കളികളുള്ളതുകൊണ്ട് രാത്രിയിലും ഒക്കെ ഫുട്ബോളും പിന്നെ ക്രിക്കറ്റിനാണെങ്കിൽ നമ്മള് ഇപ്പോഴേ നമ്മളെ TV തുറന്നിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് എങ്ങനെയാ? ദക്ഷിണാഫ്രിക്കയാണ് ഓപ്പോസിറ്റ്. ദക്ഷിണാഫ്രിക്ക അത്ര മോശം ടീമൊന്നുമല്ലോ, ഗംഭീര ടീമാണ്. ഇതുവരെ ഒരു കളി തോറ്റിട്ടില്ല. അതിലൊന്നും കാര്യമില്ല. അവർക്ക് ഇത്ര ലോകകപ്പിൽ ഇതുമായിട്ട് കപ്പ് കൊണ്ടുപോയിട്ടില്ലല്ലോ. ഈ പ്രാവശ്യം ഇവിടെ അവർ അടിവറ പറയും. അതാണ് ആദ്യ ഫൈനലാണ് അവർ, ആദ്യമായിട്ടാണ് ലോകകപ്പിന് ഫൈനലെത്തുന്നത്. അതിലൊന്നും കാര്യമില്ല. നമ്മുടെ ഹിറ്റ്മാൻ തിളങ്ങും. പുള്ളി തിളങ്ങി കഴിഞ്ഞാൽ ഇവന്മാരുടെ മുന്നിൽ ഒന്നുമില്ല. ആണോ? കോഹ്ലി ഇന്ന് കോഹ്ലി തിളങ്ങും. ഇന്ന് നോക്കിക്കോ, ഇന്ന് രണ്ടുപേരും തിളങ്ങും. ഇന്ന് സാംസൺ ഉണ്ടെങ്കിൽ ഇച്ചോ നല്ലതായിരുന്നു. സഞ്ജുവിന് സാധ്യത കാണുന്നുണ്ടോ? അപ്പൊ സാധ്യത കാണുന്നുണ്ട്. പക്ഷെങ്കില് പിന്നെ നമ്മുടെ രോഹിത് ശർമ്മ ഇന്ന് ഫോമിലാണ്. എല്ലാ കളിയിലും ഇപ്പം ഫോമിലാണ് പുള്ളി. പുള്ളി ഇന്ന് എന്തോ ആയാലും ഇന്ന് കോഹ്ലിയും രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവ് ഇവരെല്ലാം നല്ല ഫോമിലാണ്. അതുകൊണ്ട് ദക്ഷിണാഫ്രിക്ക ഒരു കാരണവശാലും പൊങ്ങത്തില്ല. ഓക്കെ, റൈറ്റ്. താങ്ക് യു റോജി. എന്തായാലും വിളിച്ചത് എറണാകുളത്ത് നിന്നാണ് റോജി വിളിച്ചത്, തിരുവല്ലയിൽ നിന്നാണ് വിളിച്ചത് അല്ലേ? ഓക്കെ, ഞാൻ ഡോക്ടർ അജിത് കുമാറിലേക്ക് വീണ്ടും മടങ്ങിപ്പോവാണ്. അജിത് കുമാർ, ഇപ്പോൾ ഈ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു, സന്തോഷത്തിലാണ് അവർ, പ്രതീക്ഷയിൽ. ഈ ബാർബഡോസ്, അവിടെ ഈ കെൻസിംഗ്ടൺ ഓവലിൽ ഈ ട്രാക്ക്, അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? അതിൻ്റെ ഈ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്റ്റേഡിയമാണത്. അത് ഇപ്പോൾ അതേ സ്വഭാവത്തിൽ തന്നെയാണോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ആ ട്രാക്കിൽ നിന്ന്? ഈ ബാർബഡോസ് എന്ന രാജ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആവേശം കൊള്ളുന്നുണ്ടെന്ന് പറയാം. ഗാരി സോബേഴ്സിന്റെ സ്ഥലമാണ്. ഗാരി സോബേഴ്സ് ഇസ് ഫ്രം ബാർബഡോസ്. അതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ അതുകൊണ്ട് ഒരു ഓൾറൗണ്ടേഴ്സിനെ വളരെയധികം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കെൻസിംഗ്ടൺ ഓവൽ. പണ്ട് കാരണം ഞാൻ 70 മുതൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വെസ്റ്റ് ഇൻഡീസിലെ ക്രിക്കറ്റ്. അതിന് ഇന്ത്യ 1970 ആദ്യമായിട്ട് വെസ്റ്റ് ഇൻഡീസിൽ ജയിക്കുന്നത്, 71 ടു ബി എക്സാക്ട്. അന്ന് ബാർബഡോസ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫയറി വിക്കറ്റാണ്. കാരണം വെസ്റ്റ് ഇന്ത്യൻ സെക്ടർ ഫാസ്റ്റ് ബോളേഴ്സ് ആയിരുന്നു. അവർ ഈ ഫാസ്റ്റ് ബോളേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഫയറി ആക്കി വെച്ചിരുന്ന ഒരു വിക്കറ്റായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് അവരുടെ ഫാസ്റ്റ് ബോളേഴ്സിന്റെ നമ്പർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതോടെ വിക്കറ്റും ഇത്തിരി ബാറ്റിംഗ് ഫ്രണ്ട്ലിയാണ്. ഇപ്പൊ നമ്മള് ആക്ച്വലി അഫ്ഗാനിസ്ഥാനോട് കളിച്ചത് അവിടെയാണല്ലോ. അന്ന് നമ്മൾ കണ്ടതാണല്ലോ, അഫ്ഗാനിസ്ഥാനോടുള്ള മത്സരത്തിൽ ഇന്ത്യൻസ് ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ നമ്മൾ റൺസ് എടുത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനോടാണ്. അപ്പൊ അത്രയും നന്നായിട്ട് നമ്മൾ ബംഗ്ലാദേശിനോട് പിന്നീട് സ്കോർ കൂടെ എടുത്തു. പക്ഷെ അഫ്ഗാനിസ്ഥാനോട് നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മൾ ഇട്ടത്. അപ്പൊ അഫ്ഗാനിസ്ഥാനുള്ള മത്സരത്തിൽ നമുക്ക് കണ്ടു, ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് അവിടെ കാണുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ എല്ലാ മത്സരങ്ങളും കളിച്ചത് തന്നെയാണ്. അതാണ് അവരുടെ അവർക്കൊരു വലിയൊരു അഡ്വാൻറ്റേജും ആയിരുന്നു. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യക്ക് ബാർബഡോസിൽ ഒരു എഡ്ജ് എന്തായാലും ഉണ്ട്. കാരണം നമുക്ക് ഈക്വലി ബാലൻസ്ഡ് ആയിട്ടുള്ള ബാറ്റിങ്ങും ബോളിങ്ങും ഉണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടിയത് നമ്മുടെ ഈ ബാർബഡോസ് വിക്കറ്റിലാണ്. അന്ന് കെൻസിംഗ്ടൺ ഓവലിൽ നടന്ന ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയത് ഈ പ്രത്യേക സ്ഥലത്ത് വെച്ചാണ്. അപ്പൊ ആ ഒരു കാര്യം നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മാത്രമല്ല നമ്മളെല്ലാവരും ഇപ്പം ഈ സൗത്ത് ആഫ്രിക്കയുടെ 8 വിജയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ 8 വിജയങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ശരിക്കൊന്ന് നോക്കിയാൽ അവര് നേപ്പാളായിട്ട് ജയിച്ചത് ഒരു റണ്ണിനാണ്. ഒരു റണ്ണിനാണ്. അന്ന് നമ്മൾ ഏറ്റവും വലിയൊരു അപ്സെറ്റ് എന്ന് ഞാൻ മത്സരം കണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ന്യൂസിലൻഡ് അഫ്ഗാനിസ്ഥാനോട് തോറ്റതിന് ശേഷം അതായിരുന്നു ബിഗ്ഗസ്റ്റ് അപ്സെറ്റ് എന്ന് വിചാരിച്ചു. അതിനേക്കാളും വലിയ അപ്സെറ്റിലേക്കാണ് നേപ്പാൾ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കാൻ പോയതാണ്. വെറും ആ നേപ്പാളിന്റെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് കാരണം മാത്രമാണ് അന്ന് ഒരു റണ്ണിന് സൗത്ത് ആഫ്രിക്ക വിജയിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ അത്രയും ഉയർന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അവരുടെ വിക്ടറീസ് നല്ല വിക്ടറീസ്. അവർ ശരിക്കും ഒരു ആധികാരികമായ അവരുടെ വിജയം ഈ സെമി ഫൈനൽസിൽ അഫ്ഗാനിസ്ഥാനോടാണ്. മറ്റെല്ലാ വിജയങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അവരത് കടന്നുകൂടിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ആയിട്ടുള്ള 163 എടുത്തുള്ളൂ, ഇംഗ്ലണ്ട് 156. വെസ്റ്റ് ഇൻഡീസ് ആയിട്ട് 3 വിക്കറ്റാണ് വിജയിച്ചത്. പല മത്സരങ്ങളും ഒരു മത്സരം നമുക്ക് ഓർമ്മയില്ല, മില്ലർ നന്നായിട്ട് വന്ന് മില്ലറും സ്റ്റബ്സും കൂടിയിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പിലാണ് അവർ വിൻ ചെയ്തത്. പലപ്പോഴും 120-130 റണ്ണ് ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് സൗത്ത് ആഫ്രിക്ക. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു എല്ലാം വളരെ ആധികാരികമായ വിജയങ്ങളായിരുന്നു. പക്ഷെ ഈ മറുവശത്ത് ഇന്ത്യയുടെയോ എല്ലാ മത്സരവും ആകെ പാകിസ്ഥാനുള്ള മത്സരം നമ്മൾ മാറ്റി നിർത്തിയാൽ എല്ലാ മത്സരവും ആധികാരിക വിജയങ്ങളാണ്. പാകിസ്ഥാനോട് 119 റൺ എടുത്തിട്ട് നമ്മൾ 113 ചുറ്റി.
6 റണ്ണിന് അന്ന് വിജയിച്ചു. അന്ന് 119 ആരും പ്രതീക്ഷിച്ചില്ല. നമ്മളെല്ലാരും വിചാരിച്ചു ഇന്ത്യ തോൽക്കുന്ന. പക്ഷെ അതും നമ്മൾ വിജയിച്ചു. അപ്പൊ ആ ഒരു മത്സരം മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ ആധികാരിക വിജയങ്ങളാണ് എല്ലാ മത്സരങ്ങളും നമ്മൾ വളരെ നല്ല വിക്ടറീസ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഈസ് ഓൺ എ ഹൈ. സൗത്ത് ആഫ്രിക്ക 8 മത്സരങ്ങൾ ജയിച്ചു എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. പലതും എന്താ പറയുക ലക്ക് കൊണ്ട്. കാരണം 4 റണ്ണിന് 1 റണ്ണിനൊക്കെയാണ് അവർ 2 മത്സരങ്ങൾ വിജയിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ എല്ലാ വിധത്തിലും നമ്മളെല്ലാവരും ഫൈനല് ഇന്ത്യ ജയിക്കും എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കെൻസിംഗ്ടൺ ഓവൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഫേവറബിൾ ആണ്. ഇന്ത്യ എന്നും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു മത്സരമാണ്. പണ്ട് സർദേശായി ഡബിൾ സെഞ്ചുറി എടുത്ത സ്ഥലമാണ്. അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ബാർബഡോസ്. ഞാൻ ഈ ബാർബഡോസിന്റെ അജിത്തേട്ടൻ ഈ ഗ്യാരി സോബേഴ്സിന്റെ കാര്യം പറഞ്ഞു. മറ്റ് പ്ലേയേഴ്സ് ആരൊക്കെ നോക്കിയായിരുന്നു? ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതിൻ്റെ അകത്ത് ജോയൽ ഗാർണറും ജെയ്സൺ ഹോൾഡറും മാൽക്കം മാർഷലും ഗോർഡൻ ഗ്രീൻസും ഒക്കെ ബാർബഡോസുകാരാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റിന്റെ ഒരു കരീബിയൻ മെക്കയാണത്. അപ്പോൾ അവിടെയാണ് ഇന്ത്യ ഇന്ന് ഫൈനൽ കളിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അജിത്തേട്ടനിലേക്ക് തിരികെ എത്താം. ഞാൻ 2 പ്രേക്ഷകർ കൂടിയുണ്ട്, അവരോടൊന്ന് പോയ ശേഷം ഞാൻ ആദ്യം പോകുന്നത് വില്യമാണ്. വില്യം ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത് തോന്നുന്നു. വില്യം, ഇന്ന് ഈ വെസ്റ്റ് ഇൻഡീസിൽ അവിടെ കരീബിയൻ മണ്ണിൽ ഇന്ത്യ ഒരു ലോക കിരീടം തേടിയിറങ്ങുകയാണ്. ഇപ്പോൾ ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ചതുപോലെ ബാർബഡോസ് എന്ന് പറയുന്ന വിഖ്യാതമായിട്ടുള്ള സ്ഥലമാണ് ക്രിക്കറ്റിനെ സംബന്ധിച്ച്. ഒരുപാട് ക്രിക്കറ്റ് താരങ്ങളെ സംഭാവന ചെയ്ത സ്ഥലം. അവിടെ ഇന്ത്യ കപ്പ് ഉയർത്തുമോ? തീർച്ചയായിട്ടും ഇന്ത്യ അവിടെ കപ്പ് ഉയർത്തും. ഹലോ, പറഞ്ഞോ, കേൾക്കാം വില്യം. കപ്പ് ഉയർത്തും. കാരണം എന്ന് വെച്ചാല് ഇന്ത്യ അപാര ഫോമിലാണ്. ഇപ്പൊ വിരാട് കോഹ്ലി അല്പം ഒന്ന് ഡൗൺ ആണെങ്കിൽ പോലും അത് ഏത് സമയത്തും കയറി കത്താവുന്ന ഒരു ബാറ്റ്സ്മാനാണ്. ശരിക്കും രോഹിത് ശർമ്മയും നല്ല ഫോമിലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഒരു ബാലൻസ്ഡ് ടീമായിട്ട് തന്നെയാണ് അവിടെ കളിച്ചു പോകുന്നത്. ബാറ്റേഴ്സും ബൗളേഴ്സും എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് കാണിക്കുന്നുണ്ട് ഇന്ത്യ അല്ലേ? അതെ, ഓൾറൗണ്ട് പെർഫോമൻസ് തന്നെയാണ് കാണിക്കുന്നത്. 1-2 സ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവര് മേക്കപ്പ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടെ തന്നെയുള്ള ഒരു ടീമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അതുകൊണ്ട് സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സ് കുറച്ച് സ്ലോ ബൗളേഴ്സ് ആണ്. അവരെ നമുക്ക് കളിക്കാൻ കഴിയുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കപ്പ് ഉയർത്തിയിരിക്കും. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും കപ്പ് ഉയർത്തട്ടെ. താങ്ക് യു വില്യം. അജോ കാഞ്ഞങ്ങാട്, അജോ എന്താണ് പ്രതീക്ഷ? ഇന്ത്യ എന്തായാലും ജയിക്കും. രോഹിത്തിന്റെ എല്ലാ കളിയിലും ഫോമിലായതുകൊണ്ട് എന്തായാലും കപ്പ് ഉയർത്തും. ഹാർദിക് പാണ്ഡ്യ നല്ല ഫോമിലാണ്. പിന്നെ ബുംറ ഉണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ നല്ല പ്രതീക്ഷയിലാണ് വെച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് സൗത്ത് ആഫ്രിക്കനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഈ പറയുന്ന നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ നമ്മൾ തന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ നമ്മൾ താഴോട്ട് ആത്മവിശ്വാസം കൂടിയാലേ. അതെ, കൂടുതൽ കിളത്തേണ്ടതാണ് അല്ലേ? അതൊരു പ്രാദേശിക ഭാഷയാണ്. ഓക്കെ, ഞാൻ താങ്ക് യു സോ മച്ച് അജോ കാസർഗോഡ് നിന്നാണ്. ബിജു കൂടി ടെലിഫോണിൽ ചേരുന്നത്. ബിജു, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ദക്ഷിണാഫ്രിക്ക അത്ര മോശം ടീമൊന്നുമല്ല. മാത്രമല്ല 2020 ലോകകപ്പാണ്, 20 ഓവറിന്റെ കാര്യമാണ്. അതിൽ എന്ത് സംഭവിക്കാം. ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ കുതിപ്പൊക്കെ കണ്ടതല്ലേ? അപ്പോൾ എന്താണ് ബിജുവിന്റെ ഒരു പ്രതീക്ഷ? ഹലോ ബിജു, കേൾക്കാമോ? പറഞ്ഞോ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഫോമില് ടീമിന് നമുക്ക് തന്നെയാണ് ജയസാധ്യത. ഓക്കെ, കാരണം എല്ലാ കളിക്കാരും വിരാട് കോഹ്ലി ദേശം ബാക്കിലാണ് ഇത്തവണ അദ്ദേഹം ഈ കളിയിൽ ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ള എല്ലാ കളിക്കാരും നല്ല ഫോമാണുള്ളത്. രോഹിത് ശർമ്മയായാലും അതുപോലെ തന്നെ എല്ലാവരും നല്ല ഫോമിലായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് തന്നെ കപ്പ് കിട്ടും തന്നെയാണ് എന്റെ നമ്മുടെ ഒരു 99% ബിജുവിന്റെ പ്രതീക്ഷ ഇന്ത്യക്ക് കപ്പ് അടിക്കുന്നുണ്ട്. താങ്ക് യു ബിജു. തരൂരിൽ നിന്നാണ് ബിജു വിളിച്ചത്. ഓക്കെ, ഡോക്ടർ അജിത് കുമാർ, ഈ പ്രേക്ഷകർക്ക് ഒരു സംശയമില്ല, എന്തുകൊണ്ടും ഏത് സാഹചര്യത്തിലും ഇന്ത്യക്ക് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഞാൻ ഇതിന്റെ മറ്റൊരു കാര്യത്തിലേക്ക് പോയാൽ, ഈ കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, ഈ 2 സ്പിന്നർമാർ, ഹർഷദീപ് സിംഗ് ഒപ്പം ജസ്പ്രീത് ബുംറ. ഈ ജസ്പ്രീത് ബുംറ അല്ല നിലവിലത്തെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച്, ഹർഷദീപാണ്. അപ്പോഴും ജസ്പ്രീത് ബുംറ കൊടുക്കുന്ന ഒരു മൊറൈൽ സപ്പോർട്ടുണ്ടല്ലോ, അതല്ല ഈ ഇന്ത്യൻ ബോളിംഗ് നിരയെ ഇത്രമാത്രം ഒരു അപകടകാരിയാക്കുന്നത്. ഏത് സമയത്തും കോൺഫിഡൻ്റായി വന്ന് ഈസിലി യോർക്കേഴ്സ് ഡെലിവർ ചെയ്യാൻ കഴിയുന്ന ഒരു മാസ്റ്റർ ബോളർ.
തീർച്ചയായിട്ടും നമ്മള് പേസ് ബോളേഴ്സ് എടുത്ത് ശരിക്കും ജസ്പ്രീത് ബുംറ ഒരു സർപ്രൈസ് എലിമെന്റ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ഓവർ അദ്ദേഹത്തെ എറിയിച്ചതിന് ശേഷം മാക്സിമം 2 ഓവറാണ് രോഹിത് എറിയിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ പാർട്ട്ണർഷിപ്പ് ബ്രേക്ക്. എനിക്ക് പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് ബോളിംഗ് തോന്നിയ പാകിസ്ഥാനോടുള്ള മത്സരത്തിലാണ്. ആ കൃത്യ സമയത്ത് റിസ്വാന്റെ ആ വിക്കറ്റ് എടുത്തു. ആ വിക്കറ്റാണ് ശരിക്കും ക്രൂഷ്യൽ ഫാക്ടർ. ഓഫ് കോഴ്സ് ഏർലിയർ അക്ഷർ പട്ടേലിന്റെ വിക്കറ്റും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പക്ഷെ റിസ്വാൻ ഉള്ള സമയത്ത് എന്തായാലും പാകിസ്ഥാൻ എന്തായാലും വിജയിക്കാൻ സാധ്യതയില്ല. കാരണം നല്ല ഫോമിൽ കളിക്കുന്ന റിസ്വാൻ കൃത്യമായിട്ട് എങ്ങനെ ഒരു ബാറ്റ്സ്മാന്റെ വീക്ക്നെസ് യൂസ് ചെയ്യാൻ പറ്റുന്നു എന്ന് ഇത്ര കൃത്യതയോട് മനസ്സിലാക്കുന്ന ഒരു ബോളർ ബുംറയെ പോലെ ഇല്ല. അവിടെയാണ് ബുംറയുടെ ഒരു ഗ്രേറ്റ്നെസ്. ബുംറയ്ക്ക് ഒരു ബോൾ കൊടുത്താൽ അദ്ദേഹം ഹി വിൽ പ്രൊഡ്യൂസ് എ വിക്കറ്റ്. അങ്ങനത്തെ ഒരു ഈ ടൂർണമെന്റ്, കാരണം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട് ലൈൻ ആയിട്ട് ഇത്തവണ ഈ ടൂർണമെന്റിൽ അദ്ദേഹത്തെ ബോൾ ചെയ്ത് 4 ഓവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മത്സരത്തിൽ പോലും ബോൾ ചെയ്തിട്ടില്ല. റൺ കൊടുക്കുന്നതിൽ ഏറ്റവും കുറവ്. ഇപ്പൊ തന്നെ ഞാൻ ആവറേജ് കണ്ടപ്പോ 4.2 ആവറേജ് ബുംറയുടെ. 15 ആർഷ്ദീപിനെക്കാളും വിക്കറ്റ് കുറവാണെങ്കിലും അദ്ദേഹത്തിന് ആവറേജ് 4.2. അപ്പൊ അത്രയും നല്ല ബോളിംഗ് ആണ് ഇത്തവണ ബുംറയുടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഫോമാണ് തീർച്ചയായിട്ടും ഒരു ക്രൂഷ്യൽ ഫാക്ടർ. പിന്നെ താങ്കളുടെ ചോദ്യത്തിൽ 2 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് ശരിയാണ്. അക്ഷർ പട്ടേലും കുൽദീപ് യാദവും മാത്രമല്ല ജഡേജയും ലെഫ്റ്റ് ആം സ്പിന്നറാണ്. നമുക്ക് ആക്ച്വലി ഒരു ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ ഒരു ലീലാവിലാസം എന്ന് പറയാം. ആർഷ്ദീപും ലെഫ്റ്റ് ഹാൻഡർ. അപ്പൊ അങ്ങനെ 4 ലെഫ്റ്റ് ആം ബോളേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് കൂടിയിട്ട്. കാരണം ഓപ്പോസിറ്റ് സൈഡ് കൂടുതലും ഇത്തവണത്തെ ഈ സൗത്ത് ആഫ്രിക്കൻ ടീമിൽ ഈ ഡീകോക്ക് മാത്രമേ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും മെയിൻ ബാറ്റ്സ്മാർ എല്ലാവരും റൈറ്റ് ഹാൻഡേഴ്സാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആകാൻ പോവാണ്. എക്സാക്ട്ലി, ഉറപ്പായിട്ടും താങ്കൾ സൂചിപ്പിച്ചപോലെ ഈ 2 ലെഫ്റ്റ് ആം ബോളേഴ്സിന്റെ സാന്നിധ്യം അത് നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമയക്കുറവുകൊണ്ടാണ് ഇടപെട്ടത്, വൈൻഡപ്പിയുടെ സമയമായി. അതുകൊണ്ടാണ്. എന്നാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ അജിത് കുമാർ ഈ 1 മണിക്കൂർ സമയം നമ്മോടൊപ്പം പങ്കെടുത്തതിന്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടാൻ പോവുകയാണ് T20 ലോകകപ്പിന്റെ ഫൈനലിൽ. അത് 8 മണിക്ക് മത്സരം ആരംഭിക്കും. കാത്തിരിക്കാം. ആ മോഹകപ്പ് ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമസ്കാരം.